ഓരോ 5 മിനിറ്റ് തോറും ഈ കവചിത വാഹനങ്ങൾ നമ്മളെ ഇങ്ങനെ കടന്നു പോകും, ഇങ്ങനെ എല്ലാവരെയും സൂക്ഷിച്ച് നോക്കിക്കൊണ്ട്. ഞാനങ്ങനെ കുർദ് സ്ത്രീകളുടെ വേഷം അണിയാൻ തുടങ്ങി, പെട്ടെന്ന് തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെ എഴുത്തിനെ പൊളിറ്റിക്കലായി ഉപയോഗിക്കാം എന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങി. ഒരു കുർദ് സമൂഹത്തിൽ ഒരു സ്ത്രീ ആരെങ്കിലും ഉപദ്രവിക്കുന്നു എന്ന് കണ്ടാൽ അവർ ഒന്ന് പിടിച്ചുകൊണ്ട് പോകും. പട്ടാളക്കാരിയല്ല, ജേർണലിസ്റ്റ് അല്ല, ഒന്നുമല്ല, ടൂറിസ്റ്റ് അല്ല. അവിടെ ടൂറിസത്തിന് യാതൊരു സ്കോപ്പും ഇല്ലാത്തൊരു സ്ഥലമാണ്. മനുഷ്യാവകാശ ലംഘനങ്ങൾ, ജനങ്ങൾ സുരക്ഷിതരല്ല, ജനങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. അവിടുത്തെ സാമ്പത്തികാവസ്ഥ തകിടം മറിഞ്ഞിരിക്കുകയാണ്. ക്ലീൻ ദ സിറ്റി എന്ന് വെച്ചാൽ എന്താണ് അർത്ഥമാക്കുന്നത്? അതായത് നാട് ശുദ്ധീകരിക്കും, അതായത് ബ്രൗൺ നിറമുള്ളവർ, എന്നെപ്പോലെയുള്ള തവിട്ട് നിറമുള്ള മനുഷ്യർ, കറുത്ത മനുഷ്യർ, മറ്റ് എത്നിസിറ്റീസിൽ നിന്ന് വരുന്നവർ, ഇവരെ എല്ലാവരെയും ഒഴിവാക്കി ശുദ്ധീകരിക്കുന്നതെന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു അതിഥിയാണ് ഇന്ന് ബീനകണ്ഠ ലോകത്തിലെത്തിയിരിക്കുന്നത്. വളരെ ദൂരെ നിന്നാണ്, കാളപ്പോരിൻ്റെ നാട്ടിൽ നിന്ന്, സ്പെയിനിൽ നിന്ന് വന്നിരിക്കുകയാണ് ഹരിത സാവിത്രി. നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, കഴിഞ്ഞ കുറേ കാലമായിട്ട് മലയാള സാഹിത്യത്തിൽ, അത് ഏത് വിഭാഗത്തിലാണെങ്കിലും, നോവലാണെങ്കിലും കഥയാണെങ്കിലും കവിതയാണെങ്കിലും യാത്രാ വിവരണമാണെങ്കിലും ഒക്കെ സ്ത്രീകൾ വളരെ ശക്തമായ സാന്നിധ്യവും അവരുടെ പ്രതിഭയും തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഒരുപാട് എഴുത്തുകാരികൾ ഈ ഇടയ്ക്ക് വരികയും നമ്മുടെ പ്രധാനപ്പെട്ട അവാർഡുകളൊക്കെ തന്നെ കുറേ വർഷമായി സ്ത്രീകൾക്കാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. യാത്രാ വിവരണം പോലെ സ്ത്രീകൾക്ക് ഒരിക്കലും അപ്രാപ്യമെന്ന് കരുതിയിരുന്ന ഒരു സാഹിത്യ അക്കാദമി അവാർഡ് പോലും കഴിഞ്ഞ 2 വർഷങ്ങളായി നിരന്തരമായി സ്ത്രീകൾക്കാണ് കിട്ടുന്നത്. 2022 ഹരിതയുടെ മുറിവേറ്റവരുടെ പാതകൾക്ക് കിട്ടി. 2023 ഹരിതയുടെ സിന്നിന് നോവലിൻ്റെ അവാർഡ് കിട്ടി. തുടർച്ചയായിട്ട് 2 വർഷം സാഹിത്യത്തിലെ 2 വിഭാഗങ്ങളിൽ ഒരാൾക്ക് അവാർഡ് കിട്ടുന്നു എന്ന് പറയുന്നത് അയാളുടെ എന്തൊക്കെയാണ് അയാളുടെ പ്രതിഭയെ നമുക്ക് അംഗീകരിച്ചേ പറ്റൂന്ന് എല്ലാതരം വായനക്കാരും എല്ലാതരം നിരൂപകർക്കും അനുഭവം ഉണ്ടാകുന്നൊരു കാര്യമാണ്. അപ്പം നമ്മുടെ ഹരിതയാണ്, പ്രിയപ്പെട്ട ഹരിതയാണ് ഇന്ന് വന്നിരിക്കുന്നത്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അനിയത്തിയെപ്പോലൊരു ആളാണ് ഹരിത. ഹരിതയുടെ മുറിവേറ്റവരുടെ പാതകൾ എന്നുള്ള പുസ്തകത്തിലൂടെയാണ് അത് സാൻഗ്രിയ എന്ന് പറഞ്ഞാൽ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഓൺലൈനിൽ വായിച്ചിട്ടാണ് എനിക്ക് ഹരിതയെ അറിയുന്നത് എഴുത്തിലേക്ക്. അപ്പോൾ ഹരിതയുടെ വിശേഷങ്ങൾ നമ്മളോട് പറയാം. ഹരിത എങ്ങനെയാണ് വന്നത് എഴുത്തിലേക്ക്? അല്ലെങ്കിൽ ആദ്യം എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുണ്ട്. ഈ കേരളത്തിൽ ജീവിച്ച ഒരു സ്ത്രീ ഇപ്പോൾ ഒരു ലോക വിഷയങ്ങളൊക്കെ എടുത്ത് മലയാള സാഹിത്യത്തെ സമ്പന്നമാക്കുകയാണ്, വിഷയങ്ങളിലും എഴുത്തിലും. എങ്ങനെയാണ് ഈ ലോക സ്ത്രീയിലേക്കുള്ളൊരു പരിണാമം? എൻ്റെ ജീവിതം യൂറോപ്പിലേക്ക് പറിച്ചു നട്ടപ്പോൾ എൻ്റെ അനുഭവങ്ങൾ മാറി, ഞാൻ കാണുന്ന കാഴ്ചകൾ മാറി. പിന്നെ എൻ്റെ പങ്കാളി വളരെ പൊളിറ്റിക്കലായൊരു മനുഷ്യനാണ്. ഞങ്ങൾ തമ്മിൽ ചർച്ച ചെയ്യുന്നത് തന്നെ കൂടുതലും രാഷ്ട്രീയമാണ്. നമ്മൾ ലോകത്ത് നടക്കുന്ന പല വിഷയങ്ങളും ഫോളോ ചെയ്യുന്നു, വളരെ ക്ലോസ് ആയിട്ട് ഫോളോ ചെയ്യുന്നു. പ്രകടനങ്ങളിലും പ്രതിഷേധങ്ങളിലും ഞങ്ങൾ പങ്കെടുക്കുന്നു. ഓരോരുത്തരുടെ ജീവിതമല്ലേ വ്യക്തികളെ മോൾഡ് ചെയ്യുന്നത്. അതാണ് ലോക സ്ത്രീയിലേക്കുള്ള പരിണാമം. ശരിക്കും ഈ മുറിവേറ്റവരുടെ പാതകൾ എന്നുള്ള പുസ്തകം ഒരു കോളമായിട്ടാണ് തുടങ്ങിയത്. അതിന് മുമ്പ് എഴുതിയിട്ടുണ്ടായിരുന്നോ, കുട്ടിക്കാലത്തോ യൗവനത്തിലോ ഒക്കെ? യൗവനത്തിലൊന്നും എഴുതിയിട്ടില്ല. അപ്പോൾ കുട്ടികളെ വളർത്തുന്ന തിരക്കും. അതെ, ഏത് സ്ത്രീയുടെയും ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ. അതെ, പക്ഷെ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ഒരുപാട് വായിക്കുമായിരുന്നു. എൻ്റെ പേരൻസ് അധ്യാപകരായിരുന്നു. അവർക്ക് മകൾ സ്കൂളിൽ പോകുന്നതിന് മുൻപ് വായിക്കാൻ പഠിക്കണമെന്നും ആഗ്രഹമുണ്ടായിരുന്നു. അവരതിനു വേണ്ടി ഒരുപാട് ശ്രമിച്ചു. ഞാൻ വായിക്കാൻ പഠിച്ചു. ചെറിയ പുസ്തകങ്ങൾ 1-ാം ക്ലാസ്സിൽ ചേരുന്നതിന് മുൻപ് തന്നെ ഞാൻ വായിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ റഷ്യൻ പുസ്തകങ്ങളൊക്കെ ഒരുപാട് വായിക്കുമായിരുന്നു. എനിക്കത് ട്രാൻസ്ലേഷൻസാണ്, അന്നും ഇന്നും എനിക്ക് ട്രാൻസ്ലേഷൻസാണ് ഇഷ്ടം. അതെ അതെ. അത് കഴിഞ്ഞിട്ട് 15 വയസ്സ് വരെ ഞാൻ വായിച്ച വായന, എനിക്ക് ഭക്ഷണമോ വായുവോ വെള്ളമോ ഒക്കെ ഇല്ലാതെ വേണമെങ്കിൽ ജീവിക്കാമായിരുന്നു. പക്ഷെ പുസ്തകങ്ങളില്ലാതെ എനിക്ക് പറ്റില്ലായിരുന്നു. പിന്നീട് ഞാൻ ഉപരിപഠനത്തിനായി വീട് വിട്ടുപോയി. ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. പതുക്കെ ആ വായനയുടെ ശക്തി കുറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കുട്ടികൾ വലുതായതിനു ശേഷമാണ് വീണ്ടും വായന തുടങ്ങി. യൂണിവേഴ്സിറ്റി ഓഫ് ബാർസലോണയിൽ കോഴ്സുകൾക്കായിട്ട് ജോയിൻ ചെയ്തു. രണ്ടാമതൊരു PG കോഴ്സ് ചെയ്തു ഞാൻ അവിടെ. അത് കഴിഞ്ഞ് റിസർച്ച് ചെയ്യാൻ ജോയിൻ ചെയ്തു.
അങ്ങനെയാണ് റിസർച്ച് എന്തിനെ കുറിച്ചായിരുന്നു? റിസർച്ച് വിഷയം ഭയങ്കര ബോറാണ്. അതായത് 1985-നും 2015-നും ഇടയ്ക്ക് ഇന്ത്യയിലുള്ള സ്ത്രീ വിമോചന പ്രസ്ഥാനങ്ങൾ, അവ സമൂഹത്തിലുണ്ടായ മാറ്റം, സബ്ജക്റ്റ് അല്ലേ? ഇവ എങ്ങനെ സാഹിത്യത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് ആ സമയത്ത് ആയപ്പോഴേക്കും, റിസർച്ച് കുറേ ആയപ്പോഴേക്കും ഞാൻ ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങി. അതിനിടയ്ക്കാണ് ഞാൻ സിന്നൊക്കെ എഴുതുന്നത്. അത് ഇത്രയും എന്താ പറയുക, സ്ഫോടനാത്മകമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ റിസർച്ച് ചെയ്തിരുന്ന വിഷയം ഭയങ്കര ഒരു ബോറൻ വിഷയമായിട്ട് എനിക്ക് തോന്നി തുടങ്ങി. വല്ലാത്ത മടുപ്പുണ്ടാക്കി. ഓക്കെ ഓക്കെ. ശരിക്കും മനുഷ്യന്റെ കാതലായ പ്രശ്നങ്ങൾ അല്ലേ, അതിലേക്കാണ് ഹരിത ശ്രദ്ധ ചെന്നതല്ലേ? അപ്പൊ ഈ മുറിവേറ്റവരുടെ പാതകൾ എഴുതിയത് എങ്ങനെയായിരുന്നു? അത് അതിനു മുമ്പാണോ? അതെ, അത് ഞാൻ രണ്ടാമത്തെ PG ചെയ്തു എന്ന് പറഞ്ഞല്ലോ. അത് ഞാൻ ബാർസലോണ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്താണ് ഞാനത് എഴുതി തുടങ്ങിയത്. അത് ഏഷ്യാനെറ്റ് ന്യൂസിൽ ഒരു കോളം ആയിട്ടാണ് അത് തുടങ്ങിയത്, സാൻഗ്രിയ എന്നുള്ള പേരിൽ. യൂറോപ്യൻ അനുഭവങ്ങൾ എഴുതുക എന്നതായിരുന്നു ലക്ഷ്യം. ആദ്യമൊക്കെ വളരെ ലളിതമായ കുറിപ്പുകളാണ് എഴുതി തുടങ്ങിയത്. താമസിയാതെ എനിക്ക് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന വിഷയങ്ങളുടെ ഒരു സ്വാധീനം അതിലുണ്ടായിരുന്നു. അധ്യാപകരുടെ സ്വാധീനം അതിലുണ്ടായിരുന്നു. എങ്ങനെ എഴുത്തിനെ പൊളിറ്റിക്കലായി ഉപയോഗിക്കാം എന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങി. അങ്ങനെയാണ് സാൻഗ്രിയ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതിൻ്റെ ആ ഒരു അതിലെ ലേഖനങ്ങളുടെയും വളർച്ച നമുക്ക് കാണാം. വളരെ ലളിതമായ വിഷയങ്ങളുണ്ട്, പക്ഷേ വളരെ പ്രാധാന്യമുള്ള വിഷയങ്ങൾ. അതായത് ഒരു ലോക മാനവികത അതിനകത്ത് പലയിടത്തും കാണാൻ പറ്റും. മനുഷ്യൻ എന്നുള്ള മാനവികതയിൽ നമുക്ക് വരുന്ന പോരായ്മകൾ, അതിനകത്ത് നമ്മൾ ചിന്തിക്കേണ്ടത്, അങ്ങനെ പല കാര്യങ്ങളും ആ പുസ്തകത്തിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് വായിക്കുമ്പോൾ. അതൊരു വ്യക്തി എന്നുള്ള രീതിയിൽ ആ യൂണിവേഴ്സിറ്റി എന്നെ വളർത്തിയെടുത്തതാണ് അതിൽ കാണുന്നത്. ആദ്യം യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്തപ്പോൾ ഒരു സ്റ്റുഡൻറ്റ്, സമയം പോകാൻ വേണ്ടി യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്ത ഒരു സ്റ്റുഡൻറ്റ്, അത് മാത്രമായിരുന്നു. ഞാൻ പുറത്തിറങ്ങിയത് ഒരു ആക്ടിവിസ്റ്റായിട്ടാണ്. ആക്ടിവിസ്റ്റ് എന്ന എഴുത്തിലേക്ക് വരുന്നതിന് യൂണിവേഴ്സിറ്റി പഠനം വളരെ സഹായിച്ചു. അധ്യാപകർ, പഠന വിഷയങ്ങൾ, നമ്മൾ കരിക്കുലം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ തിരഞ്ഞെടുക്കുന്ന പുസ്തകങ്ങളാണ്, പുസ്തകങ്ങൾ, സിനിമകൾ, ഡോക്യുമെൻ്ററികൾ ഒക്കെ. ഫോർ എക്സാമ്പിൾ 19th സെഞ്ച്വറി ഡ്രാമ എന്നൊരു വിഷയം അവർ തിരഞ്ഞെടുത്താൽ പുറമേ നോക്കുമ്പോൾ അവർ ഡ്രാമയാണ് പഠിപ്പിക്കുന്നത്, പക്ഷേ ആ പുസ്തകങ്ങൾ എന്ന് പറയുന്നത് ഇതുപോലെയുള്ള വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. വംശഹത്യ, അഭയാർത്ഥി പ്രശ്നങ്ങൾ, അതുപോലെ ഈ സ്വേച്ഛാധിപതികളുടെ ഭരണം, അതുപോലെയുള്ള വിഷയങ്ങൾ. അങ്ങനെ പഠിപ്പിക്കുകയല്ല, നമ്മളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുക മാത്രമേ അവർ ചെയ്യാറുള്ളൂ. അവരൊരിക്കലും നമ്മുടെ മുന്നിൽ വന്നു നിന്ന് നമ്മളെ ശാസിക്കുകയും നമ്മുടെ മുന്നിൽ നെടുങ്കൻ പ്രസംഗങ്ങൾ കാഴ്ചവെക്കുകയും ഒന്നും ചെയ്യുകയില്ല. നമ്മളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക, നമ്മളെ കൊണ്ട് വായിപ്പിക്കുക, നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുക. ശരിക്കും ആ സ്വയം തിരിച്ചറിഞ്ഞ സ്ത്രീയാണ് കുർദിസ്ഥാനിലേക്ക് പോകുന്നത് അല്ലേ? ശരിക്കും സിൻ എന്നുള്ള നോവൽ വായിക്കുമ്പോഴും അതിനെക്കുറിച്ച് ഹരിത പല സമയം പറഞ്ഞതൊക്കെ ഞാൻ വായിക്കാറുണ്ട്. അപ്പം ഞാൻ ആലോചിക്കുകയായിരുന്നു, ഒരു സ്ത്രീ ഇതുപോലെ കലാപകലുഷിതമായ ഒരു സ്ഥലത്തേക്ക് പട്ടാളക്കാരിയായിട്ടൊക്കെ പോകുന്നതോ അല്ലെങ്കിൽ ഡോക്ടറായിട്ടോ പത്രപ്രവർത്തകയായിട്ട് പോകുന്നവരെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അവിടെ ചെന്ന് ജീവിതം കണ്ട് അത് രേഖപ്പെടുത്തുന്ന ഒരു എഴുത്തിലേക്ക് പോകണം എന്ന് പറഞ്ഞ് എത്ര നാൾ അവിടെ പോയി ആ നോവലിന് വേണ്ടി താമസിച്ചു കുർദിസ്ഥാനിൽ? ഞാൻ ടർക്കി പലതവണ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് 1 മാസം കുർദ് മജോറിറ്റി ഏരിയാസിൽ താമസിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയായിരുന്നു അതൊന്ന് പറഞ്ഞേ, ആ യാത്രാനുഭവം, ആ ജീവിതം? അത് എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ടാണ് കുർദിസ്ഥാനിലേക്ക് പോകാൻ, ഒരു കുർദ് സുഹൃത്തുമായിട്ടാണ് പോകാൻ ആദ്യം തീരുമാനിച്ചത്. പക്ഷേ പോകേണ്ട സമയമായപ്പോൾ അവൾക്ക് ഒരു ആരോഗ്യ പ്രശ്നമുണ്ടായി, അവളുടെ യാത്ര ക്യാൻസലായി. പക്ഷേ എനിക്ക് പിന്തിരിയാൻ തോന്നിയില്ല. ഞാൻ ഒറ്റയ്ക്ക് പോകാൻ തീരുമാനിച്ചു. ഞാൻ ആദ്യം ഇസ്താംബുളിലേക്കും പിന്നെ അവിടെ നിന്ന് ഒരു 1100 കിലോമീറ്റർ ദൂരെയുള്ള ദിയർബക്കർ എന്ന കുർദ് പട്ടണത്തിലേക്കും പറന്നു. അവിടെ ചെന്നപ്പോൾ എനിക്ക് ചെറിയ ചില പരിചയക്കാരുണ്ടായിരുന്നു. അവരെനിക്ക് ഒരു പുതിയ സിം എടുക്കാൻ സഹായിച്ചു. അങ്ങനെ ചില കാര്യങ്ങൾ ചെയ്തു തന്നു എന്നുള്ളതല്ലാതെ
ബാക്കി എല്ലാ പരിചയങ്ങളും ഞാൻ സ്വയം ഡെവലപ്പ് ചെയ്തതാണ്. എനിക്ക് അപ്പോൾ നേരത്തെ തന്നെ ഈ കുർദ് പൊളിറ്റിക്സ് പഠിച്ചിരുന്നു അത്? ഈ റിസർച്ച് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ പുരുഷാധിപത്യ സമൂഹങ്ങളെക്കുറിച്ച് ഞാൻ വായിക്കുമായിരുന്നു. അങ്ങനെയാണ് ഈ കുർദ് സമൂഹത്തെക്കുറിച്ച് വായിച്ചു തുടങ്ങിയത്. പക്ഷേ അതിനെക്കുറിച്ചുള്ള മെറ്റീരിയൽ ഇൻ്റർനെറ്റിൽ തിരയാൻ തുടങ്ങിയപ്പോൾ അവരുടെ പൊളിറ്റിക്സാണ് കൂടുതൽ എൻ്റെ മുന്നിലേക്ക് വന്നത്. അത് ഞാൻ കൗതുകത്തോടെ വായിക്കുകയും ലോകത്തിലെ ഏറ്റവും ശക്തമായ സ്ത്രീ വിമോചന സേന അവരുടേതാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. പക്ഷേ അതിൻ്റെ പേരെന്താണ്? YPJ. അതെന്താണ് അവർ ചെയ്യുന്നത്? അത് അവർ ഐസിസിനെ സിറിയയിൽ നിന്ന് തുരത്തിയത് ഈ സ്ത്രീകളുടെ സേനയാണ്. എന്ന് വെച്ചാൽ അവരുടെ പ്രധാന പങ്ക് അവരാണ് വഹിച്ചത്. പിന്നെ ഇവർക്ക് ഒരുപാട്, അതായത് ഭരണകൂടത്തിൻ്റെ പക്കൽ നിന്നൊക്കെ ഒരുപാട് ഭീഷണികളുണ്ട്. അവർക്ക് സ്വയം പ്രതിരോധമാണ് ജീവിതം എന്നതാണ് അവരുടെ ഒരു നയം. സ്വയം പ്രതിരോധിച്ചില്ലെങ്കിൽ അവരെ നശിപ്പിച്ച് കളയും. അതിനുവേണ്ടി സ്ത്രീകൾ ഇങ്ങനെയുള്ള ഒരു വിമോചന സേനയിൽ ജോയിൻ ചെയ്യുകയും സായുധ പരിശീലനം നേടുകയും, പക്ഷേ അവർ വെറും ഒരു സേന മാത്രമല്ല. അവർ സാമൂഹിക വിഷയങ്ങളിൽ ഇടപെടുന്നു. അവരുടെ സമൂഹത്തിൽ നിലനിന്നിരുന്ന ബഹുഭാര്യാത്വം, സ്ത്രീകളെ ഉപദ്രവിക്കുക, പിന്നെ ഈ ഓണർ കില്ലിങ്സ്, അതുപോലെയുള്ള കാര്യങ്ങളെയൊക്കെ അവരെതിർക്കുന്നു. ഇന്ന് ഒരു കുർദ് സമൂഹത്തിൽ ഒരു സ്ത്രീ ആരെങ്കിലും ഉപദ്രവിക്കുന്നു എന്ന് കണ്ടാൽ അവർ വന്ന് പിടിച്ചുകൊണ്ട് പോകും. ഈ വിമോചന സേന അവർ വന്ന് കൊണ്ടുപോയി. പക്ഷെ അവർ കൊണ്ടുപോയി ഉപദ്രവിക്കാനൊന്നും അല്ല, അവർ കൊണ്ടുപോയി അതെ, അത് ഇരയും കൂടെ മുന്നിൽ വെച്ചിട്ട് സംസാരിച്ചു, കൗൺസിലിംഗ് കൊടുത്തു. അങ്ങനെയൊക്കെയാണ് അവർ ആ വിഷയം കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അവരുടെ സഹായം ഉണ്ടായിരുന്നോ ഹരിതയ്ക്ക്? ഇല്ല, അങ്ങനെയുള്ള കോണ്ടാക്ട്സ് ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ അവിടത്തേക്ക് സീതയായി പോവുകയായിരുന്നല്ലേ? സീത എന്നുള്ള ഒരു പേരൊക്കെ ഇട്ടൊരു കഥാപാത്രം. എനിക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിയുമായിരുന്നില്ല. ഞാൻ അവിടെ ചെന്ന് തെരുവുകളിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടന്നു, കണ്ട എല്ലാ കാഴ്ചകളും തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ഓരോ 5 മിനിറ്റ് തോറും ആ സിന്നിൻ്റെ ആദ്യത്തെ ഭാഗത്ത് ഞാൻ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നതെല്ലാം ഞാൻ അവിടെ കണ്ടതാണ്. ഓരോ 5 മിനിറ്റ് തോറും ഈ കവചിത വാഹനങ്ങൾ നമ്മളെ ഇങ്ങനെ കടന്നു പോകും, ഇങ്ങനെ എല്ലാവരെയും സൂക്ഷിച്ച് നോക്കിക്കൊണ്ട്. ഞാൻ അങ്ങനെ കുർദ് സ്ത്രീകളുടെ വേഷം അണിയാൻ തുടങ്ങി, പെട്ടെന്ന് തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ താമസിയാതെ ഞാൻ ചില പരിചയങ്ങളുണ്ടാക്കി, സുഹൃത്ത് ബന്ധങ്ങളുണ്ടാക്കി. അപ്പോൾ അവർ നമ്മളെടുത്ത് അങ്ങനെ പരിചയപ്പെടുന്ന ജനതയാണോ? പിന്നെ വളരെ നമ്മൾ ആതിഥ്യമര്യാദയുള്ള ഒരു കൂട്ടരാണ്. ഞാൻ എന്തിനാണ് വന്നതെന്ന് മനസ്സിലായപ്പോൾ അവർക്ക് ആവേശമായി. എന്ന് വെച്ചാൽ അവർക്ക് സ്വന്തം കഥ എഴുതാൻ അവരെ കൊണ്ട് കഴിയില്ല. അങ്ങനെ അവർ സ്വന്തം കഥ പറയുന്നു എന്ന് മനസ്സിലായാൽ രാജ്യദ്രോഹ കുറ്റത്തിന് അവർ അറസ്റ്റ് ചെയ്യപ്പെടാം, കൊല്ലപ്പെടാം, ദീർഘനാളുകളിലേക്ക് ജയിലിലടയ്ക്കപ്പെടാം, അവരുടെ ഫാമിലിയെ ഉപദ്രവിക്കാം. അങ്ങനെ ഉള്ള ഭയം ഉള്ളതുകൊണ്ട് അവർ സ്വന്തം കാര്യം പറയാൻ അവർക്ക് മടിയാണ്. അല്ല, അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഹരിതയ്ക്ക് വല്ല ത്രെറ്റും ഒക്കെ ഉണ്ടായോ, അപകടങ്ങളൊക്കെ? ഇല്ല, ആ സമയത്ത് ഞാനിങ്ങനെ പോകുന്നു എന്നുള്ളത് ആർക്കും അറിയില്ല. പക്ഷെ ഞാനൊരു ഇന്ത്യൻ സ്ത്രീ അവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്നത് ഞാൻ ആർക്കെങ്കിലും മനസ്സിലായിരുന്നെങ്കിൽ, അതോറിറ്റീസിന് മനസ്സിലായിരുന്നെങ്കിൽ അത് പ്രശ്നമാകുമായിരുന്നു. എന്തിനിവിടെ വന്നു, പട്ടാളക്കാരിയല്ല, ജേർണലിസ്റ്റ് അല്ല, ഒന്നുമല്ല, ടൂറിസ്റ്റ് അല്ല. അവിടെ ടൂറിസത്തിന് യാതൊരു സ്കോപ്പും ഇല്ലാത്തൊരു സ്ഥലം. സിറിയയുടെ ബോർഡറാണ്, അത് മരുഭൂമിയാണ് ഓൾമോസ്റ്റ്, അതുപോലെയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ചോദ്യം ചെയ്യാം. എന്തായാലും ഭാഗ്യത്തിന് ആ ഒരു മാസം ആരുടെയും പിടിയിൽപ്പെടാതെ അങ്ങ് പോയി. പോകുമ്പോൾ ഈ നോവൽ എഴുതണം എന്ന് പറഞ്ഞു തന്നെയാണോ പോയത്? എഴുതണം എന്ന് തന്നെയാണ്, നോവൽ ഫിക്ഷൻ എഴുതണം എന്ന് തന്നെയായിരുന്നു മനസ്സിൽ. പക്ഷേ കഥയൊന്നും എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. തിരിച്ചു വന്നത് പക്ഷേ എന്തെഴുതണം എന്നൊരു ധാരണയുമായാണ്. ഈ സിൻ എന്നുള്ള പേര് ഞാനത് വായിച്ചിട്ടുണ്ടെങ്കിലും ഒന്ന് പറയാമോ, എടുക്കാനുള്ള ഒരു കാര്യം? സിൻ എന്ന പേര് അത് കുർമാഞ്ചി എന്ന ഭാഷയിലുള്ള ഒരു വാക്കാണ്. കുർമാഞ്ചി എന്ന് പറയുന്നത് കുർദിസ്ഥാനിലെ ഭാഷയാണ്. അതെ, കുർദിഷ് ഭാഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡയലക്റ്റാണ് കുർമാഞ്ചി. ഈ ഭാഷയിലെ ഒരു പേര് തന്നെ ഈ നോവലിന് ഇടണമെന്ന് എനിക്ക് തോന്നാനൊരു കാരണമുണ്ട്. ഈ ഭാഷ ടർക്കിയിൽ ഒരുപാട് നാൾ നിരോധിക്കപ്പെട്ടിരുന്നു. ഭാഷ സംസാരിക്കാൻ പാടില്ലായിരുന്നു. ഭാഷ വീട്ടിലിരുന്നെങ്കിലും സംസാരിച്ചു എന്നറിഞ്ഞാൽ പോലീസുകാർ വന്ന് പിടിച്ചുകൊണ്ട് പോകുമായിരുന്നു. അത്രയേറെ അടിച്ചമർത്തപ്പെട്ട ഒരു ഭാഷയാണ്. ഇപ്പോഴും അവരുടെ മാതൃഭാഷയായ കുർമാഞ്ചി അല്ലെങ്കിൽ കുർദിഷ് സ്കൂളുകളിൽ 2 മണിക്കൂർ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ.
കുട്ടികൾക്ക് ടർക്കിഷ് അറിയാനുള്ളൂ. ഒരു ഭാഷ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഒരു സംസ്കാരത്തെ ഇല്ലാതാക്കാൻ ഉള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് അവർ ഈ ഭാഷയെ ഇല്ലാതാക്കുന്നത്. അതുകൊണ്ട് തന്നെ അർത്ഥം എന്താണ്? സിൻ എന്ന വാക്ക്, അതുകൊണ്ടാണ് ഞാൻ ഈ നോവലിന് കുർമാഞ്ചിയിലുള്ള ഒരു വാക്ക് തന്നെ ഇടണമെന്ന് തീരുമാനിച്ചത്. സിൻ എന്ന് വെച്ചാൽ അർത്ഥം ജീനി എന്നാണ്. ജീനി കുതിരപ്പുറത്ത് നമ്മൾ ഉപയോഗിക്കുന്ന അതാണ് ജീനി. അത് കുതിര പോലെ അത്രയും വൈൽഡായിട്ടുള്ള, അത്രയും ശക്തിയുള്ള ഒരു മൃഗത്തെ മെരുക്കി നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ള ഒരു ഉപകരണമാണത്. അപ്പോൾ അതൊരു കൺട്രോളിൻ്റെ ചിഹ്നമാണ്. അങ്ങനെയാണ് മറ്റേ വാക്കും വേണമെങ്കിൽ അതും ആളുകൾക്ക് അങ്ങനെ പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. പിന്നെ അതൊക്കെ വായനക്കാരുടെ ഇഷ്ടം. അപ്പോൾ ഏതായാലും സിനിമ എഴുതിയതൊരു ചെറിയ അനുഭവമായിരിക്കില്ല, മടങ്ങി വന്ന അല്ല, വളരെയേറെ ട്രോമയിൽ കൂടി നമ്മളും പോകുന്ന ഒരു ഇതാണ്. വായനക്കാരനെ പോലും അത് മനസ്സിലാവും. അതെങ്ങനെയായിരുന്നു ആ എഴുത്ത്? അതിനു മുമ്പ് വേറൊന്നും എനിക്ക് ചോദിക്കാനുണ്ടായിരുന്നു. ഇസ്താംബൂൾ എന്ന് പറയുമ്പോൾ നമ്മളുടെയൊക്കെ ഒരു സ്വപ്ന രാജ്യമാണ്. അവിടെ നിന്ന് എന്താണ് പറയുന്നത്, എന്താണ് മനോഹാരിത, ബോസ്ഫറസ് നദി, ഓർഹൻ പാമുക്കിൻ്റെ പുസ്തകങ്ങൾ, അങ്ങനെ അവിടെ നിന്നുകൊണ്ട് ഈ പൊളിറ്റിക്സ് ഒരു കുറച്ച് വാചകങ്ങളിൽ പറയാമോ? എന്താണ് ഈ കുർദിസ്ഥാനിലെ കുർദുകളുടെ പൊളിറ്റിക്സ് എന്ന്? ഈ മനോഹര നഗരത്തിൽ, ഈ മനോഹരമായ ഇസ്താംബൂളിനെ തൊട്ടടുത്ത് അല്ലേ, വളരെ അടുത്ത് തന്നെയുള്ളൊരു ഇതാണല്ലോ ഇത്രയും കലാപം. ഒരു രാജ്യത്തിന്റെ ഭാഗമാണ് ഇസ്താംബുൾ, അങ്കാര, അങ്ങനെ വളരെ വിനോദസഞ്ചാരികൾക്ക് പ്രിയപ്പെട്ട ഒരുപാട് ഇടങ്ങളുണ്ട് ടർക്കിയിൽ. പക്ഷേ നമ്മൾ കാണുന്ന ആ സുന്ദരമായ പ്രദേശങ്ങളും ഈ കുർദ് മജോറിറ്റി ഏരിയാസും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അവിടെ നമുക്ക് ദാരിദ്ര്യം കാണാം, മനുഷ്യരുടെ വിഷമങ്ങൾ കാണാം, കണ്ണുനീര് കാണാം, ഏകാന്തതയും അടിച്ചമർത്തലും കാണാം. അത് വളരെ ഡിഫറെൻ്റാണ്. അത് പക്ഷേ ഒരു യൂണിവേഴ്സൽ സാധനം തന്നെയല്ലേ? എല്ലായിടത്തും നമ്മുടെ നാട്ടിലുമൊക്കെ ഉള്ള ഒരുപാട്, നമ്മളിത് വായിച്ചു പോകുമ്പോൾ ഇത് ഇവിടെയൊക്കെ ഉണ്ടല്ലോ എന്ന് തോന്നും. എല്ലാ നാടുകളിലും ഉള്ള കുറേ കാര്യങ്ങളില്ലേ? അതും സിൻ എഴുതാൻ അതും ഒരു കാരണമാണ്. എൻ്റെ നാട്ടിലെ പൊളിറ്റിക്സ്, അതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് ചിന്തിക്കാറുണ്ട്. ഈ ടർക്കിഷ് പൊളിറ്റിക്സും ഇന്ത്യൻ പൊളിറ്റിക്സും വളരെ അവ തമ്മിൽ ഒരുപാട് സാമ്യമുണ്ട്. അതായത് മതം ഉപയോഗിച്ച് അധികാരം പിടിച്ചെടുത്ത ഒരു രാജ്യമാണ് ടർക്കി. ആ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? മനുഷ്യാവകാശ ലംഘനങ്ങൾ, ജനങ്ങൾ സുരക്ഷിതരല്ല, ജനങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. അവിടുത്തെ സാമ്പത്തിക അവസ്ഥ തകിടം മറിഞ്ഞിരിക്കുകയാണ്. അതൊരു ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ് ഒരുപാട് നടക്കുന്ന ജനാധിപത്യ രാജ്യം എന്ന് വേണമെങ്കിൽ ഇലക്ഷൻസ് നടക്കുന്നുണ്ടെന്നുള്ളതല്ലാതെ അത് ന്യായമായ ഇലക്ഷൻസ് അല്ല നടക്കുന്നത്. ഇലക്ഷൻസിൽ ഭരണാധികാരികൾക്ക് താല്പര്യമില്ലാത്ത ആളുകൾ അതിൽ ജയിച്ചാൽ ആ ഇലക്ഷൻ ഉടനെ ക്യാൻസൽ ചെയ്യുക, അങ്ങനെ പല കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. എനിക്ക് അവിടെ സന്ദർശിച്ച് അവിടുത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി ഇതാണ്. ടർക്കി പോകുന്ന അതേ പാതയിലൂടെയാണ് ഇന്ത്യ യാത്ര ചെയ്യുന്നത്, നമ്മുടെ രാഷ്ട്രം പോകുന്നത് എന്നെനിക്ക് തോന്നി. അത് സിനിൽ പറയാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. പലർക്കും അത് മനസ്സിലായിട്ടുമുണ്ട്. ലോകത്തിലെ ഭരണകൂട ഭീകരത, അതുപോലെ തന്നെ പോലീസ് രാജ്, എല്ലാ വിഷയങ്ങളും ഇതും കൂടി കടന്നു പോവുകയും മറ്റൊരു പൊളിറ്റിക്സ് എഴുതിയ സിൻ എന്നുള്ള നോവലിനെ മലയാളികൾ എങ്ങനെ സ്വീകരിച്ചു? സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടി, വായനക്കാർ വന്നു, നിരവധി എഡിഷൻസ് വരുന്നു. എങ്കിൽ പോലും ഉള്ളിത്തട്ടി നമ്മളോട് പ്രതികരിക്കുന്ന എഴുത്തുകാരാകുമ്പോഴേ വായനക്കാർ വരുമല്ലോ, അവരെങ്ങനെയാണ് അത് എടുത്തത്? വായനക്കാർ വളരെ നല്ല രീതിയിലാണ് സ്വീകരിച്ചത്. എനിക്ക് ഒരുപാട് സംതൃപ്തിയുണ്ട്. പലരും അവരുടെ കാഴ്ചപ്പാട് തന്നെ മാറി എന്ന് പറയുമ്പോൾ ചുറ്റുമുള്ള കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കാൻ തുടങ്ങി. നമ്മുടെ പൊളിറ്റിക്സ്, അങ്ങനെയുള്ള ലോക രാഷ്ട്രീയവുമായിട്ടുള്ള അതിൻ്റെ ബന്ധം, അങ്ങനെയുള്ള കാര്യങ്ങൾ ആളുകൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കാൻ തുടങ്ങി എന്നൊക്കെ പലരും വന്ന് പറയുമ്പോൾ ഒരു സംതൃപ്തിയൊക്കെ തോന്നാറുണ്ട്. പക്ഷേ വിമർശകർ അതിനെ അത്ര പോസിറ്റീവായിട്ട് എടുത്തിട്ടില്ല. എനിക്ക് തോന്നുന്നത് മലയാള സാഹിത്യത്തിൽ നിലനിൽക്കുന്ന ഒരു പവർ സ്ട്രക്ചറുണ്ട്. അതിന് ജെൻഡർ റിലേറ്റഡ് ആണോ? തീർച്ചയായിട്ടും. അതിന് ഇപ്പോൾ കടന്നു വരുന്ന സ്ത്രീകളുടെ ഒരു വലിയ കൂട്ടം തന്നെ ഇപ്പോൾ സാഹിത്യത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്.
നോവൽ, ഫിക്ഷൻ രചന, യാത്രാ വിവരണം, അങ്ങനെ പല വിഷയങ്ങളും പല മേഖലകളും അവർ കൈയടക്കുന്നു. നേരത്തെ സ്വന്തം നിയന്ത്രണത്തിലായിരുന്ന പല ഏരിയാസും ഇപ്പോൾ സ്ത്രീകൾ കൈയടക്കുന്നു എന്നുള്ള ഭയം, നമ്മുടെ നിയന്ത്രണം നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നു എന്നുള്ള ഭയം. ഈ അടുത്തൊരു വിമർശകൻ ലോക രാഷ്ട്രീയം അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലെ പ്രശ്നങ്ങൾ എഴുതുന്നതിനെക്കുറിച്ച് ഒരു സ്റ്റേജിലിരുന്ന് പരിഹസിച്ച്, ആനന്ദ് എഴുതിയിട്ടുണ്ട്, വിജയൻ എഴുതിയിട്ടുണ്ട് മറ്റു രാജ്യങ്ങളിലെ കഥകൾ. പക്ഷേ ഇപ്പോൾ ചില ടർക്കി, ബെൽജിയം ഇതുപോലെയുള്ള രാജ്യങ്ങളിലെ അതെന്താ ആനന്ദ് എഴുതിയിട്ടുള്ളതും വിജയൻ എഴുതിയിട്ടും അവർക്ക് മാത്രമേ എഴുതാൻ കഴിയുള്ളൂ, ഇപ്പോൾ ചിലർക്ക് ഇതൊന്നും എഴുതാൻ പറ്റില്ലേ? അവർ പറയുന്നു പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. എന്താണ് പ്രാദേശികത? അവരെ സംബന്ധിച്ചിടത്തോളം പ്രാദേശികത എന്ന് പറയുന്നത് കേരളത്തിലെ ഏതെങ്കിലും വീടിൻ്റെ കിണറ്റിന് ചുറ്റുമുള്ള ജീവിതമാണോ അവരുദ്ദേശിക്കുന്നത് എന്ന് ഓരോ വ്യക്തികൾക്കും അവരുടെ പ്രാദേശികത, അതായത് അവർക്കറിയാവുന്ന ലോകം, അവരുടെ ലോകം വ്യത്യസ്തമാണ്. എൻ്റെ ലോകത്തിന് അതിരുകൾ കൽപ്പിക്കാൻ ഇവിടുത്തെ വിമർശകർക്ക് എന്താണ് അധികാരം, എന്താണ് അവകാശം? അവരാരാണ്? എൻ്റെ ലോകം എന്താണെന്ന് നിർണ്ണയിക്കാൻ അവരാരാണ്? ആരുമല്ല. ഉദാഹരണത്തിന് ഞാൻ വർഷങ്ങളായിട്ട് ഞാൻ ഒരു യൂറോപ്യൻ രാജ്യത്ത് താമസിക്കുന്ന ഒരാളാണ്. ഞാൻ ഇടയ്ക്ക് കേരളത്തിലും വന്ന് താമസിക്കാറുണ്ട്. എൻ്റെ ഭർത്താവ് വ്യത്യസ്തമായൊരു സംസ്കാരത്തിൽ ജനിച്ചു വളർന്ന ഒരു മനുഷ്യനാണ്. എൻ്റെ കുട്ടികൾ അവരുടെ മാതൃഭാഷ മലയാളമല്ല, അവർ കറ്റലനും സ്പാനിഷുമാണ് അവരുടെ മാതൃഭാഷ. നമ്മൾ കുടുംബത്തിൽ സംസാരിക്കുന്നത്, ഫാമിലി ഒരുമിച്ചായിരിക്കുമ്പോൾ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നു എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി. ഞാനും എൻ്റെ കുട്ടികളും കൂടെ സംസാരിക്കുന്നത് മലയാളത്തിലാണ്. 4 ഭാഷകൾ സംസാരിക്കുന്ന ഒരു വീടാണ് എൻ്റേത്. അപ്പോൾ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി യൂറോപ്പിൽ പല സ്ഥലങ്ങളിലും മാറി മാറി താമസിച്ചു. പല ഭൂഖണ്ഡങ്ങളിലുള്ള സുഹൃത്തുക്കൾ എനിക്കുണ്ട്. എനിക്ക് തന്നെ ചിലപ്പോൾ തോന്നും, എവിടെയാണ് എൻ്റെ വേരുകൾ? അങ്ങനെയുള്ള ഒരാളിൻ്റെ പ്രാദേശിക നിശ്ചയിക്കാൻ ഇവിടുത്തെ ഒരു വിമർശകൻ എന്താണ് അവകാശം? അതിന് മറ്റൊരു വശം കൂടെയുണ്ട്. ഇതേ വിമർശകർ മറ്റു രാജ്യങ്ങളിലെ എഴുത്തുകാർ എഴുതുന്ന പുസ്തകങ്ങളെക്കുറിച്ച് മാത്രമേ അവർ സംസാരിക്കാറുള്ളൂ. അതുമാത്രമേ അവർ വായിച്ചിട്ട് ലേഖനങ്ങൾ എഴുതാറുള്ളൂ. ഈ കേരളത്തിലുണ്ടാകുന്ന ഈ വൻ സ്ത്രീ മുന്നേറ്റം അവർ കാണുന്നില്ല, അവർ കണ്ട ഭാവം നടിക്കുന്നില്ല. അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതിനെ അടിച്ചു താഴ്ത്താനാണ് അവർ ശ്രമിക്കുന്നതെന്നാണ് എൻ്റെ തോന്നൽ. അല്ല, എനിക്ക് തോന്നുന്നത് അതിനകത്ത് കേരളത്തിൽ പരിശീലിച്ചു വന്ന, നമ്മൾ കണ്ടുവന്ന, കേട്ടുവന്ന, വായിച്ചു വന്ന സ്ത്രീ എഴുത്തുണ്ടല്ലോ, അതൊരിക്കലും ഒരു ലോക പൊളിറ്റിക്സിലോ അല്ലെങ്കിൽ ലോക വിഷയങ്ങളിലോട്ടൊന്നും പോകാനുള്ള ചാൻസസ് അതിനില്ലായിരുന്നു. അത് ഇപ്പോൾ വന്നപ്പോഴേക്കും ഉണ്ടാകുന്ന ഒരു സംഘർഷമുണ്ട്. സ്ത്രീയോ ഇതെല്ലാം പറയാനോ? ഇപ്പം സ്ത്രീകൾ എപ്പോഴും ജെൻഡർ പൊളിറ്റിക്സ് പറയുക, സ്ത്രീകളുടേതായ മാത്രം കാര്യങ്ങൾ പറയുക, പൊതു രാഷ്ട്രീയത്തിലേക്ക്. ഇപ്പം ഞാൻ തന്നെ എൻ്റെ ഒരു അനുഭവം പറഞ്ഞാൽ, ഇപ്പം ഈ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ദളിത് വിമൻ പൊളിറ്റിക്സിൽ എങ്ങനെയാണ് ദളിത് വിമൻ റെപ്രസെൻറ്റേഷൻ എന്നുള്ള ഒരു പുസ്തകം ഞാൻ എഴുതുന്നുണ്ടായി. പക്ഷേ അത് നമ്മൾ സംസാരിക്കേണ്ട വിഷയമാണോ എന്നുള്ള ഒരു അക്സെപ്റ്റൻസ് പോലാണ് എനിക്ക് പലരിൽ നിന്ന് തോന്നുന്നത്. എല്ലാവരും അല്ല ഞാൻ പറയുന്നത്. നമ്മൾ പൊളിറ്റിക്സ് പറയണ്ട എന്നുള്ള ഒരു പൊതു രീതി ഉണ്ടല്ലോ. ഇത് എവിടെ നിന്ന് വന്നു എന്ന് പറഞ്ഞാൽ, പണ്ട് നമ്മുടെ ഒരു കേരളത്തിൻ്റെ ശീലം എന്താണ്? രാഷ്ട്രീയത്തിൽ എന്താണ്? നമ്മൾ രാഷ്ട്രീയക്കാരൻ്റെ ഭാര്യയാണെങ്കിൽ അടുക്കളയിൽ പോയി നിന്ന് ചായ ഇട്ട് കൊടുത്ത് വരുന്നവർക്ക് എല്ലാവരെയും ഗസ്റ്റിനെ സ്വീകരിക്കുക. അല്ലാണ്ട് പരാന്തി വന്നിരുന്ന് രാഷ്ട്രീയം പറയാൻ അവളെ ഒരിക്കലും സമ്മതിച്ചിട്ടില്ല. ആ ജംഗ്ഷനിൽ പോയി നിന്ന് രാഷ്ട്രീയ പ്രസംഗം കേൾക്കാൻ നമ്മളെ ശീലിപ്പിച്ചിട്ടില്ല. പിന്നെ നിങ്ങളെന്തിനാണ് രാഷ്ട്രീയം പറയുന്നത്? ഇതാണ് ഈ ഒരു ബോധത്തിൽ നിന്നാണ്, ഈ ഒരു ബോധത്തിലേക്കാണ് സിന്നാണെങ്കിലും എനിക്കൊണ്ട് പുതിയ എഴുത്തുകാരികൾ ഒരുപാട് പേര് വരുന്നുണ്ട് പുസ്തകങ്ങളുമായിട്ട്, ഇത്തരം വിഷയങ്ങളുമായിട്ട്. ഇത് കൊടുക്കുന്ന ഒരു ഷോക്കാണ്. അപ്പോൾ ഇതിനകത്തുനിന്നാണ് ഇപ്പോൾ സിന്നിനെ കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്യുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ നന്നായി ഒരു അക്സെപ്റ്റൻസ് വായനക്കാരുടെ ഭാഗത്തു നിന്നും കിട്ടിയിട്ടുണ്ട്. അത് ഇനിയും വരും. ഒരുപാട് കാലമായിട്ടില്ലല്ലോ ആ പുസ്തകം. അത് മാത്രമല്ല, അതിനകത്തുള്ള ഒരു മാനവികത എന്ന് പറയുന്നത്, മനുഷ്യൻ എവിടെയും ഒന്നാണെന്ന് തോന്നിയിട്ടില്ലേ സരിതയ്ക്ക്? മനുഷ്യൻ്റെ പ്രശ്നങ്ങളും ഒന്നാണ്. അപ്പോൾ ആ പ്രശ്നങ്ങൾ ഏത് രാജ്യത്തിരുന്ന് ഏത് കോണ്ടെക്സ്റ്റിൽ എഴുതിയാലും മനുഷ്യൻ്റെ ആയിരിക്കും. എനിക്ക് ഏറ്റവും ഇപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച വായിച്ച പുസ്തകം കുർബാനാണ്. നേരത്തെ ഞാൻ ദേശാഭിമാനി വന്നപ്പോൾ അത് വായിച്ചിരുന്നു. ഒരു 10 ലക്കത്തോളം വായിച്ചിട്ട് പിന്നെ ഒരുമിച്ച് വായിക്കാമെന്ന് വിചാരിച്ചു. അപ്പം എന്നെ അമ്പരപ്പിച്ചു ശരിക്കും പറഞ്ഞാൽ. എന്ന് വെച്ചാൽ അതിനകത്ത് ചില ക്യാരക്ടേഴ്സൊക്കെ ഇപ്പോഴും എൻ്റെ കൂടെ തന്നെയുണ്ട്. അപ്പം അത്രയ്ക്കൊരു ആർജവമുള്ള എഴുത്ത് ആ പുസ്തകത്തിൽ ഹരിത കാഴ്ചവെച്ചിട്ടുണ്ട്. ശരിക്കും അതിനകത്തിൻ്റെ അതിൻ്റെ ഒരു ആമുഖമായിട്ട് എഴുതിയതും എനിക്കിഷ്ടപ്പെട്ടു.
ഈ കഥ പിന്നെ കുർബാൻ നടക്കുന്നത് ഇസ്താംബൂൾ എന്ന യാത്രികരുടെ സ്വർഗത്തിലാണ് കഥ നടക്കുന്നത്. എല്ലാ മണിമാളികളുടെയും പിന്നിൽ അഴുക്കുചാലുകളും ചേരികളും ഉണ്ടാവുമെന്നതുപോലെ ഈ നഗരത്തിനും ഒരു ഇരുണ്ട വശമുണ്ട്. ആരാലും തിരിച്ചറിയപ്പെടാതെ ജീവിച്ചു മരിക്കുന്ന നിസ്സഹായരായ മനുഷ്യരുണ്ട്. അന്നന്നത്തെ അപ്പം സമ്പാദിക്കാനായി എല്ലുമുറിയെ പണിയെടുക്കുന്നവർ. നിയമവ്യവസ്ഥയിലും ഭരണത്തിലും കറ പുരളുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ഇരകൾ ഇത്തരം മനുഷ്യരായിരിക്കും. തങ്ങൾക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ പോലും കഴിവില്ലാത്ത അവർ പെരുമ്പാമ്പിൻ്റെ വയറിനുള്ളിലെ ഇരുട്ടിലെത്തിയാൽ പോലും തങ്ങൾ വിഴുങ്ങപ്പെട്ടു എന്ന് തിരിച്ചറിയുന്നില്ല. കുർബാൻ അത്തരമൊരു മനുഷ്യൻ്റെ കഥയാണ്. ലോകത്തിലെല്ലായിടത്തും അയാളുണ്ട്. ചേരികളിലും സർക്കാർ ആശുപത്രികളുടെ വരാന്തകളിലും കണ്ടുമുട്ടുന്ന സാധാരണക്കാരിൽ ഒരാൾ. വിയർപ്പിൻ്റെ മണമുള്ളവൻ, മുഷിഞ്ഞ വസ്ത്രം ധരിച്ചവൻ, തളർന്ന ശിരസുമായി നടന്നു പോകുന്ന അയാളെ നമുക്ക് ഇസ്താംബൂളിലും ഡൽഹിയിലും ടെഹ്റാനിലും ബെയ്റൂട്ടിലും കാണാം. ആ മനുഷ്യൻ്റെ ചോരയുടെ മണം പിടിച്ചു കുതിച്ചു വരുന്ന വേട്ടക്കാരുടെ കനത്ത ചുവടുവയ്പ്പുകളും അവരുടെ നായ്ക്കളുടെ ആർത്തി പിടിച്ച കിതപ്പും നമുക്ക് വ്യക്തമായി കേൾക്കാം. കാതോർക്കണമെന്ന് മാത്രം. അപ്പം ശരിക്കും ആ കാതോർക്കൽ ഹരിത പുസ്തകത്തിൽ ശരിക്കും നിർവഹിച്ചിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ചൊന്ന് പറയും. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, ഇത്തരം വിഷയങ്ങൾ തേടിപ്പോകുന്നു, ഇത്തരം വിഷയങ്ങൾ കണ്ടുപിടിക്കും, അത് എനിക്ക് കിട്ടുന്ന എക്സ്പോഷർ കാരണമല്ലേ എന്ന്. പക്ഷേ അതങ്ങനെയല്ല. നമ്മൾ പലരും ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊന്നും നമ്മൾ കണ്ണു തുറന്ന് കാണാത്തതാണ് പ്രശ്നം. എനിക്ക് ചുറ്റും നടന്നു പോകുന്ന ഓരോ മനുഷ്യരെയും ഞാൻ നോക്കാറുണ്ട്, അവരുടെ മുഖത്തോട്ട് നോക്കാറുണ്ട്. എന്തായിരിക്കും ഇയാളുടെ കഥ? ഈ എത്ര ഓമനിക്കപ്പെട്ട് വളർന്ന ഒരു അമ്മ പ്രസവിച്ച് അങ്ങനെയുള്ള ഒരാൾ ഈ തെരുവിൻ്റെ വക്കിലൂടെ പ്രാഞ്ചി ഒരു പഴയ ഉടുപ്പ് വിട്ട് നടന്നു പോകണമെങ്കിൽ അയാളുടെ ജീവിതം എന്തായിരുന്നിരിക്കണം? അയാൾ കടന്നു വന്ന വഴികൾ എന്തായിരിക്കണം? ഇങ്ങനെ ഞാൻ ഓരോരുത്തരെയും കാണുമ്പോൾ ആലോചിക്കാറുണ്ട്. അത് പക്ഷേ നമ്മൾ പലരും ചെയ്യാറില്ല. ഞാൻ കണ്ടെത്തുന്ന കഥകൾ എനിക്ക് വേണമെങ്കിൽ എനിക്ക് ഈ കഥ എഴുതാൻ ഇസ്താംബുളിലും അങ്ങനെ പോകണമെന്നൊന്നുമില്ല. എനിക്ക് ഇവിടെയുള്ള ആളുകളെക്കുറിച്ചും എനിക്ക് അത്ര കഥകൾ. കുർബാൻ എന്നുള്ള നോവൽ വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അത് ഇവിടെ നമ്മളൊക്കെ ചുറ്റും അനുഭവിച്ച പലരും അത് പല കഥകളുടെയും ഇതാണ്. ഇപ്പം ദമീറും പിന്നെ ജിയാനും ഒക്കെ തന്നെ ഇസലും ഒക്കെ തന്നെ നമ്മുടെ ചുറ്റുമുള്ളവരാണ്. നമ്മളവരെ ഇസ്താംബുളിലേക്ക് ഹരിത പ്രതിഷ്ഠിച്ചു എന്ന് മാത്രമേ ഞാൻ ഇത് ചെയ്യുന്നുള്ളൂ. ആ വഴികളും ജമീലെ പോലൊരു ക്യാരക്ടറും അതുപോലെ തന്നെ ഏറ്റവും പിന്നെ ആത്മാർത്ഥമായി തന്നെ ഇതിനു വേണ്ടി നടക്കുന്ന അലിയും പിന്നെ ദിലാര അങ്ങനെയൊക്കെയുള്ളവരെല്ലാവരും തന്നെ നമ്മുടെ ചുറ്റും കാണുന്നവരാണ്. ആ നോവൽ എനിക്ക് തോന്നുന്നു അത് ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് എഴുതുന്നത് പോലെ ഇത് ചെയ്യുന്നതാണ്. നമ്മുടെ ജുഡീഷ്യറിയിൽ നമ്മുടെ പോലീസുകാരുടെ ഇപ്പം ഫ്രെയിമിങ്, നമുക്കിപ്പോൾ ഒരു പോലീസിന് നമ്മളെ വേണമെങ്കിൽ ഏത് തരത്തിലും ഫ്രെയിം ചെയ്യാം. ഇതെല്ലാം വളരെ നാച്ചുറലായതാണ്. പക്ഷെ ആ നോവലിനകത്ത് അതിൻ്റെ ഒരു ഒഴുക്ക് അത് മനോഹരമാണ്. അപ്പോൾ അത് എഴുതുമ്പോഴുണ്ടായ ഒരു സംഘർഷം കാണുമല്ലോ ഈ ക്യാരക്ടേഴ്സ് എല്ലാം കൂടി. തീർച്ചയായിട്ടും ഉണ്ട്. ഇതൊരു ഡോക്യു ഫിക്ഷൻ ആയതുകൊണ്ട് തന്നെ ഓരോ കുറേ സംഭവങ്ങളെ, നടന്ന കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് അത് എഴുതിയിരിക്കുന്നത്. ഇരകളുടെ അഡ്വക്കേറ്റ്സിനോടൊക്കെ സംസാരിച്ച് അങ്ങനെ ഒരുപാട് റിസർച്ച് അതിൻ്റെ പുറത്ത് നടത്തിയിട്ടുണ്ട്. അങ്ങനെ കുറച്ചത് ആ ഒരു വിഷയത്തിലോട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മളെ ആ വിഷയം അങ്ങ് വലിച്ചെടുത്ത് കൂടെ കൊണ്ടുപോകാൻ തുടങ്ങും. എഴുത്തന്നെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ഇതിനകത്ത് തന്നെ പലതും വായിക്കുമ്പോൾ രണ്ട് പുസ്തകത്തിലും തന്നെ നമ്മുടെ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും നടക്കുന്ന പട്ടാള ഭരണം നടക്കുന്നിടത്ത് ഒക്കെ അവിടെ അനുഭവിക്കുന്ന യുവാക്കളെ അറസ്റ്റ് ചെയ്തിട്ട് അവരെ ജയിലിനകത്തും പോലീസ് ലോക്കപ്പിലൊക്കെ അനുഭവിക്കുന്ന ഒരു പീഡനങ്ങളുണ്ടല്ലോ, അതെല്ലാം തന്നെ ഇതിനകത്ത് പല വഴിയുണ്ട്. ചേച്ചി, അത് തന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഈ പുസ്തകങ്ങൾ വായിച്ചിട്ടെങ്കിലും നമ്മുടെ ആളുകൾ കണ്ണു തുറന്ന് ചുറ്റും നോക്കണം. അയ്യോ, ഇത് എൻ്റെ നാട്ടിലും ഇത് തന്നെയാണല്ലോ നടക്കുന്നത്, അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്താണ് എന്ന് അവർ ചിന്തിക്കണം. നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നത്, നമ്മൾ ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ, രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചറും ഇതുപോലെ ആയിത്തീരും എന്ന് അവരെ ചിന്തിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത് മറ്റ് നാടുകളിലെ പ്രശ്നങ്ങൾ ഞാൻ എഴുതുന്നു എന്ന് പറയുന്നു. പക്ഷെ മനുഷ്യരുള്ളിടത്തെല്ലാം പ്രശ്നങ്ങൾ ഒന്ന് തന്നെയാണ്. മതവും രാഷ്ട്രീയവും തമ്മിലുള്ള വല്ലാത്ത ഒരു കളിയുണ്ടല്ലോ, അതിനെക്കുറിച്ച് ആണല്ലോ നമ്മൾ സംസാരിക്കേണ്ടത്. അപ്പോൾ ഈ കാലത്തിൻ്റെ ഒരു പൊളിറ്റിക്സ് ആണത്. ആ പൊളിറ്റിക്സ് സംസാരിക്കാൻ നമുക്ക് ഏതും എടുക്കാൻ പറ്റും, ഏത് രാജ്യത്തും. ഈ മതവും ഈ ആമുഖത്തിൽ പറയുന്നില്ലേ, അതുപോലെ ഏറ്റവും ആദ്യത്തെ ഇരകളെന്ന് പറയുന്നത് ഈ സാധാരണ മനുഷ്യരാണ്. അവരെ എളുപ്പം തെറ്റിദ്ധരിപ്പിക്കാൻ അവരെ വളരെ എളുപ്പമാണ്. അവർ ശരിക്കും പറഞ്ഞാൽ ടൂൾസാണ്. അവരെ ഉപയോഗിച്ചാണ് ഈ മനുഷ്യർ, ഈ വലിയ പൊളിറ്റീഷ്യൻസ് എല്ലാം നേട്ടം ഉണ്ടാക്കുന്നത്. അവരുടെ
അവരെ കൊണ്ട് അവരുടെ തിരഞ്ഞെടുപ്പിനെ, അവരുടെ രാഷ്ട്രീയ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ വളരെ എളുപ്പമാണ്. അങ്ങനെയുള്ള മനുഷ്യരാണ് എല്ലായിടത്തും ഇരകൾ. അവരാണ് പക്ഷെ അവരാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണം ആരുടെ കയ്യിലായിരിക്കണമെന്ന് നിർണ്ണയിക്കുന്നത്. പക്ഷേ അതൊരു ജനാധിപത്യ രാഷ്ട്രത്തിൽ വോട്ടിങ്ങിനകത്ത് നമ്മൾക്ക് മാത്രമുള്ള ഒരിതായി മാറിപ്പോകുന്നില്ലേ? ആ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇവർ പിന്നെ ഈ ദമീറിനെ പോലെയുള്ളവരായി മാറുകയാണ്. ആ ഒരു ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ആ ഒരാഴ്ച മാത്രമാണ് ഇവർക്കൊരു വിലയുണ്ടാകുന്നത്. അത് കഴിയുമ്പോൾ ആർക്കും അവനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അത് അവരല്ലേ തിരിച്ചറിയേണ്ടത്. അവരെ ഭരണാധികാരികൾ അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസ് അവർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളാണ്, നമ്മൾ ഈ ഭരണത്തിൽ, അതായത് ഫ്യൂച്ചർ നമ്മുടേതാണ് എന്നോ ഇനി വരാൻ പോകുന്ന നമ്മുടെ കാലമാണെന്നോ ഒഴിവാക്കേണ്ടവർ. പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഇലക്ഷൻ എടുക്കുമ്പോൾ അവർ കൊടുക്കുന്ന വാഗ്ദാനങ്ങളിലൊന്നാണ് വി വിൽ ക്ലീൻ ദ സിറ്റി. ക്ലീൻ ദ സിറ്റി എന്ന് വെച്ചാൽ എന്താണ് അർത്ഥമാക്കുന്നത്? അതായത് നാട് ശുദ്ധീകരിക്കും. അതായത് ബ്രൗൺ നിറമുള്ളവർ, എന്നെപ്പോലെയുള്ള തവിട്ട് നിറമുള്ള മനുഷ്യർ, കറുത്ത മനുഷ്യർ, മറ്റ് എത്നിസിറ്റീസിൽ നിന്ന് വരുന്നവർ, ഇവരെ എല്ലാവരെയും ഒഴിവാക്കി ശുദ്ധീകരിക്കുന്നതെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതൊരു വൃത്തിയായിട്ട്, അതൊരു പറയാൻ പാടില്ലാത്ത കാര്യമായിട്ട് ഇപ്പോഴാരും ചിന്തിക്കുന്നത് പോലുമില്ല. അത് ശരിക്കും പറഞ്ഞാൽ അതൊരു വളരെ ജനാധിപത്യപരമല്ലാത്തൊരു വാഗ്ദാനമാണ്. മതത്തിൻ്റെ പേരിലും നടക്കുന്നില്ലേ? തീർച്ചയായിട്ടും നടക്കുന്നുണ്ട്. അത് ഇപ്പോൾ ടർക്കി പോലെയുള്ള രാജ്യമാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഈ മതം ഒരു അപരനെ ഉണ്ടാക്കുക, ശത്രുവായ ഒരു അപരൻ, ഇത് നമുക്ക് ഭീഷണിയാണ്, ഇവർ നമ്മുടെ നിലനിൽപ്പിന് ഭീഷണിയാണ് എന്ന് സാധാരണ മനുഷ്യരുടെ ഉള്ളിൽ വിഷം കുത്തിവെക്കുക. അതാണ് ഇവർ ചെയ്യുന്നത്. അതിലൂടെ ഇവർ നേട്ടം ഉണ്ടാക്കുകയാണെന്ന് ഈ സാധാരണക്കാർ മനസ്സിലാക്കുന്നില്ല. അത് എന്ന് മനസ്സിലാക്കുന്നോ അന്ന് മാത്രമേ ഈ രാജ്യങ്ങളിൽ മാറ്റം ഉണ്ടാവുകയുള്ളൂ. ശരിക്കും ഈ ദമീറിനെ പോലെ ഒരാൾ, അയാളുടെ ഞാൻ കഥ മുഴുവൻ പറയുന്നില്ല എങ്കിൽ പോലും ഒരു കള്ളസാക്ഷി പറയേണ്ടി വരുന്ന ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ആത്മസംഘർഷങ്ങൾ, അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ എല്ലാ രാജ്യത്തും എല്ലായിടത്തും ഉള്ളതാണ്. അപ്പോൾ ആ മകൻ എന്ന് പറയുമ്പോൾ, കുട്ടികൾ എന്ന് പറയുമ്പോൾ ഏത് സമൂഹവും ഏത് മനുഷ്യനും അനുഭവിക്കുന്ന അല്ലെങ്കിൽ കൊടുക്കേണ്ടി വരുന്ന ഒരു പരിഗണന, അവൻ്റെ ലൈഫിനകത്ത് എന്ത് തരത്തിലുള്ള കോംപ്രമൈസിനും തയ്യാറാകേണ്ടി വരും. ഇത്തരം ഒരുപാട് വിഷയങ്ങളാണ് ശരിക്കും ഈ ഹരിതയുടെ നോവലുകളിലുള്ളത്. അപ്പോൾ ഇത്തരം മനുഷ്യരെ നേരിട്ട് കണ്ട് എഴുതാറുണ്ടോ അവരെ, അതോ ഹരിത പരിചയപ്പെടുന്നുണ്ടോ, അവരോട് സംസാരിക്കുന്നുണ്ടോ, നോട്ട്സ് എടുത്ത് അങ്ങനെയൊക്കെ എഴുതുവാണോ, അതോ സങ്കല്പത്തിൽ നിന്ന് ഉണ്ടാക്കുവാണോ? ഞാൻ ഒരുപാട് മനുഷ്യരെ കണ്ടു. എനിക്ക് ടർക്കിയിലേക്ക് തിരിച്ചു പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. പക്ഷേ സിൻ എഴുതാനായിട്ട് അവിടെ പോയി താമസിച്ച ആ ഒരു മാസം, ദിയർബക്കറിൽ പരിസര പ്രദേശങ്ങളിലും താമസിച്ച ഒരു മാസം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇനി അങ്ങനെ ലഭിക്കാവുന്ന ഏറ്റവും വലിയ അനുഭവമായിരുന്നു അത്. അന്ന് ഞാൻ കണ്ട മനുഷ്യർ, അവർ കടന്നുപോയ അനുഭവങ്ങൾ, എനിക്ക് ആത്മനിന്ദ കൊണ്ട് ഞാൻ ചുരുങ്ങി ചെറുതായ ദിവസങ്ങളാണത്. എനിക്കൊരു മനുഷ്യനെന്ന നിലയിൽ എനിക്ക് അപമാനം തോന്നി. ഞാൻ എന്തെല്ലാം സുഖസൗകര്യങ്ങൾ, എത്ര കംഫർട്ടബിളായിട്ടുള്ളൊരു ലൈഫാണ്. ഞാൻ വളരെ ചെറിയ കാര്യങ്ങൾ ഓർത്ത് ഞാൻ സങ്കടപ്പെടാറുണ്ട്. അത് അങ്ങനെയുള്ള എനിക്ക് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ആ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നത് മറ്റൊരു മനുഷ്യനാണ്. ഞാൻ ലോകത്തെ കാണാൻ തുടങ്ങിയത്, എൻ്റെ പ്രശ്നങ്ങളെ തന്നെ ഞാൻ കാണാൻ തുടങ്ങിയത് മറ്റൊരു രീതിയിലായി മാറി. ഇത് നമ്മൾ വായിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മാറ്റമുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യയിൽ തന്നെ, അപ്പോൾ നമുക്ക് നമ്മുടെ മാധ്യമ രംഗത്തെക്കുറിച്ചൊക്കെ എടുത്താൽ നമുക്കറിയാം, നമ്മൾ ചുറ്റുപാടും കാണുന്ന കാര്യങ്ങൾ എത്ര നിസ്സാരമായ ഒരാൾ പറഞ്ഞ ഒരു വാക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റിപ്പറ്റി മണിക്കൂറുകളോളം നീളുന്ന ചർച്ചകൾ, ഇങ്ങനെ നമ്മളൊരു വിഷ്യസ് ആയിട്ടുള്ള ഒരു സോഷ്യൽ സിസ്റ്റത്തിലാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. എന്താണ് ധർമ്മം, മനുഷ്യൻ്റെ ധർമ്മം എന്താണ്, മാധ്യമധർമ്മം എന്താണെന്നൊക്കെ മറക്കും. അപ്പോൾ ഇത്തരം ഈ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഈ കള്ളസാക്ഷി പറയുന്നവർ അല്ലെങ്കിൽ പോലീസുകാർ, ഇവരൊക്കെ നമ്മുടെ ചുറ്റും തന്നെ കാണുന്നതാണ്. നമ്മളും ഭയന്ന് ജീവിക്കുകയാണ്. എപ്പോഴും നമ്മളെയും ഫ്രെയിം ചെയ്യപ്പെടാവുന്ന നമ്മൾ പറയുന്ന വാക്കുകൾ, നമ്മൾ എഴുതുന്ന വരികൾ, നമ്മൾ സംസാരിക്കുന്ന മനുഷ്യരെല്ലാവരെയും നമ്മളും ഭീതിയോടുകൂടിയാണ് കാണുന്ന ഒരു കാലത്തിൽ കൂടി കടന്നു പോവുകയാണ്. അപ്പം ജനാധിപത്യ രാഷ്ട്രമാണ് എന്ന് പറയുമ്പോഴും എവിടെയാണ് ജനാധിപത്യമെന്ന്? ജനാധിപത്യം സമൂഹത്തിൽ മാത്രമുള്ള ജനാധിപത്യമാണോ, രാഷ്ട്രത്തിലെ ഫാമിലി, എല്ലാത്തിനെ കുറിച്ച് ചർച്ചയുണ്ട്. പക്ഷേ ഈ ഒരു ഇത്തരം എഴുത്ത് മനുഷ്യനെ നവീകരിക്കാനാണെങ്കിൽ അല്ലെങ്കിൽ പുനർനിർമ്മിക്കാനാണെങ്കിൽ അത് ഹരിത ചെയ്യുന്നുണ്ട് എന്നുള്ളത് പറയേണ്ടി വരും. കാരണം വെച്ചാൽ നമ്മളൊക്കെ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്.
നേരത്തെ പറഞ്ഞ പോലെ ചെറിയ വിഷമങ്ങളെക്കുറിച്ച് ഓർത്തിട്ട് നമ്മൾ ചെയ്യുന്നതാണോ ഒരു സമൂഹ സൃഷ്ടി എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ ഈ ഒരു വലതുപക്ഷത്തിലേക്കുള്ള ഒരു പോക്കാണല്ലോ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ യൂറോപ്പിൽ നിന്ന് അത് നോക്കുമ്പോൾ നമ്മുടെ ഈ കേരളം അല്ലെങ്കിൽ ഇന്ത്യയുടെ പോക്കിനെ എങ്ങനെയാണ് കാണുന്നത്? കേരളത്തിലെ ഒരു പൊളിറ്റീഷ്യൻ, വലതുപക്ഷ ഒരു രാഷ്ട്രീയ പാർട്ടി, വലതുപക്ഷം എന്ന് പറയാൻ പറ്റില്ല, മതം അടിസ്ഥാനമാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടി മുസ്ലിങ്ങളെ എല്ലാം തട്ടിക്കളഞ്ഞിട്ട് അവരുടെ സ്വത്തും സ്ത്രീകളെയും നമുക്ക് സ്വന്തമാക്കാമെന്ന് പരസ്യമായിട്ട് സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ട നാടാണിത്. അയാൾക്കെതിരെ ഇവിടെ എന്ത് നടപടിയെടുത്തു? ഒരു നടപടി എടുത്തിട്ടില്ല. അപ്പോൾ ഇതൊക്കെ വളരെ സ്വാഭാവികമാക്കപ്പെടുകയാണ്, നോർമലൈസ് ചെയ്യപ്പെടും. അതാണ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, യൂറോപ്പിൽ തന്നെ ക്ലീൻ ദ സിറ്റി എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ഭരണകൂടം ആ ഒരു വാഗ്ദാനത്തിനെതിരെ ആക്ഷൻ എടുക്കുന്നില്ല? അതായത് ഈ അപരന്മാരുണ്ടാക്കപ്പെടുക എന്നുള്ളത്, ന്യൂനപക്ഷങ്ങൾ അടിച്ചമർത്തപ്പെടേണ്ടവരാണ് എന്നുള്ളത്, അത് സ്വാഭാവികമായൊരു കാര്യമായിട്ട് അത് നോർമലൈസ് ചെയ്യപ്പെടുകയാണ്. ഇവരെയൊക്കെ ഡീഹ്യൂമനൈസ് ചെയ്ത് ഇവരെയൊക്കെ ഇല്ലാതാക്കേണ്ടവരാണ്, നമ്മളൊക്കെ ഒരു സുപ്പീരിയറായിട്ടുള്ള കുറേ ആളുകളാണ് എന്നൊരു ബോധം മനുഷ്യരിൽ കുറേ പേരിൽ ഇവരുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഹിന്ദു എന്ന് പറഞ്ഞിട്ട് ഹിന്ദുത്വ പാർട്ടി ആ ഒരു വികാരം കുറേ മനുഷ്യരിൽ വളർത്തിയെടുക്കുന്നുണ്ട്. പക്ഷേ ഇവർക്കറിയില്ല, അപരന്മാരെന്നുള്ള പേരിൽ മുസ്ലിങ്ങളെ എല്ലാം ഇല്ലാതാക്കിയിട്ട് അവർക്ക് വീണ്ടും അപരന്മാരെ ആവശ്യമുണ്ട്. അവർ ഈ ഹിന്ദുക്കളിലുള്ള തന്നെ ദളിതന്മാരിലേക്ക് തിരിയും എന്ന്, ദളിതന്മാരിലേക്കും ഏറ്റവും താഴെക്കിടയിലുള്ള മനുഷ്യരിലേക്ക് തിരിയും എന്നുള്ളത്, അതിനെക്കുറിച്ച് ഇവർ ചിന്തിക്കുന്നതേയില്ല. അതൊക്കെയാണ് ഞാനീ പറഞ്ഞത്. ഈ സാധാരണ മനുഷ്യരുടെ ഇടയിൽ അവരെ ഈ രീതിയിൽ മാറ്റിയെടുക്കാൻ വളരെ എളുപ്പമാണ്, അവരൊരു ഉപകരണമാക്കാൻ വളരെ എളുപ്പമാണ്. അത് ഞാനിപ്പോൾ യൂറോപ്പിലിരുന്ന് നോക്കുമ്പോൾ എൻ്റെ രാജ്യം വളരെ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് വളരെ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഈ ഒരു മുന്നേറ്റത്തെ തടയാനാണെങ്കിൽ തന്നെ മറുഭാഗത്തും ആ ഒരു തീവ്ര രാഷ്ട്രീയം, അവരും ആ ഒരു സ്വഭാവത്തിലുള്ള പ്രവർത്തനങ്ങൾ അവരും നടത്തുന്നുണ്ട്. ഇത് വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കുർബാൻ എന്നുള്ള നോവൽ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള ഒരു ചിന്ത അതിൽ നിന്ന് വരുന്നുണ്ട്. പിന്നെ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം, അഭിമാനം, ബഹുമാനം, അത്തരം കാര്യങ്ങളൊക്കെ ഇപ്പം ശരീരത്തിൽ പോലും നഗ്നമായി പരിശോധിക്കുന്ന തരത്തിൽ സ്ത്രീകളുടെ ശരീരത്തെയൊക്കെ നമ്മളിങ്ങനെ വല്ലാതെ വിഷമിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ തന്നെ വലിയ തോതിലുള്ള നമ്മൾ ഇന്നത്തെ സമൂഹം, പരിഷ്കൃത സമൂഹം ചിന്തിക്കേണ്ട ഒരുപാട് വിഷയങ്ങൾ അതിലുണ്ട്. അപ്പോൾ ഈ നോവൽ എഴുതുമ്പോൾ എന്തായിരുന്നു കുർബാൻ എഴുതുമ്പോൾ ഉള്ള ഹരിതയുടെ ഒരു ചിന്ത? ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ലേ ചേച്ചി? മനുഷ്യരുടെ വസ്ത്രമഴിച്ച് പരിശോധിക്കുക, ഇപ്പോൾ സോണി സോറിയെ പോലെയുള്ള അവരൊക്കെ കടന്നുപോയ പീഡനങ്ങൾ, ഇതൊക്കെ മറ്റ് രാജ്യങ്ങളിൽ മാത്രമല്ല നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. പക്ഷേ അതിനെക്കുറിച്ചൊന്നും നമ്മുടെ ആളുകൾ ചിന്തിക്കാൻ തയ്യാറല്ല. അതൊക്കെ നോർമലൈസ് ചെയ്ത് പോയി കഴിഞ്ഞു. പക്ഷേ നമ്മൾ മറ്റൊരു നാട്ടിലെ പ്രശ്നമായി അത് അവതരിപ്പിക്കുമ്പോൾ ആളുകൾ കുറച്ചുകൂടെ ചിന്തിക്കുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നു. അയ്യോ, ഇത് നമ്മുടെ നാട്ടിൽ ഇത് തന്നെ അല്ലേ നടക്കുന്നത്, ഇതൊരു വലിയൊരു അനീതിയാണല്ലോ എന്ന്. ഫിക്ഷൻ അങ്ങനെ ഒരു കഴിവുണ്ട്. അതിൻ്റെ ഒരു പ്രശ്നത്തിൻ്റെ ആ ഒരു കാഠിന്യം, നമ്മളൊരു ആർട്ടിക്കിൾ എഴുതുന്നത് പോലെയല്ല. ഒരു ഫിക്ഷൻ എഴുതുമ്പോൾ അതൊരു മനുഷ്യനിൽ എന്ത് മാറ്റമാണ്, അല്ലെങ്കിൽ എത്രമാത്രം വേദനയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റും. പിന്നെ വേറൊന്നും കൂടി തോന്നി, ഭയം ജനിപ്പിക്കുക അല്ലേ? ഭീതിയാണ് കുർബാനകത്ത്. അത് വെച്ചിട്ടാണ് ഇവർ ഓരോരുത്തരും ബാർഗെയിൻ ചെയ്യുവാണ്. ഭീതിയും സ്നേഹവും അതുണ്ട്, രണ്ടുമുണ്ട്. എന്നുവെച്ചാൽ പുതിയ തലമുറയോടുള്ള സ്നേഹം, മക്കളോടുള്ള സ്നേഹം, അതെല്ലാം ഉള്ളപ്പോഴും ഭയം ജനിപ്പിച്ച് ഒരു ടെററൈസിങ് എന്നുള്ളത്, ഒരു ഭീകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ച് മനുഷ്യനെ ദ്രോഹിക്കാവുന്നതിൻ്റെ മാക്സിമം ദ്രോഹിക്കുക. ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യരുണ്ടോ എന്ന് നമ്മൾ അന്തം വിട്ടുപോകും. അപ്പോൾ അത് ശരിക്കും ഈ ദമീറിൻ്റെ കണ്ണിൽ കൂടെ കാണാൻ ശ്രമിക്കുകയായിരുന്നു. എന്തായിരുന്നു അത് ചേച്ചി? അത് ഈ ഭയം ജനിപ്പിക്കുക നമ്മുടെ നാട്ടിലും ഇല്ലേ? ചില പ്രത്യേക പ്രകടനങ്ങളിൽ അല്ലെങ്കിൽ ചില പ്രത്യേക മൂവ്മെൻറ്റുകളിൽ പങ്കെടുക്കുന്ന മനുഷ്യരുടെ വീടുകളിൽ പോലീസ് ചെല്ലുക,
അവരുടെ അടുത്തുള്ള കടകളിലൊക്കെ ചെന്ന് അവനവിടെ ഇല്ല, അവൻ അങ്ങനെയുള്ളവനാ, ഇങ്ങനെ ഒരു 10 പ്രാവശ്യം പോലീസുകാർ ആ പരിസരത്ത് കറങ്ങി കഴിയുമ്പോൾ ഇവനൊരു പ്രശ്നക്കാരനായി നാട്ടുകാർ മുദ്ര കുത്തും. അതോടെ വീട്ടുകാർ പറയും നീ ഇനി മേലെ ഇതിനകത്തൊന്നും പോകാൻ പാടില്ല. വീട്ടുകാർ ഭയക്കും, ഈ കുട്ടിയെ ഇവർ റെസ്ട്രിക്റ്റ് ചെയ്യും. ഭയം എല്ലാ ഭരണകൂടങ്ങളും ഒരായുധമാക്കി ഉപയോഗിക്കുന്നതാണ്. അത് നമ്മുടെ ഭരണകൂടവും നമ്മുടെ നാട്ടിലും കേരളത്തിൽ പോലും വളരെ ഭംഗിയായിട്ട് അത് ഉപയോഗിക്കുന്നുണ്ട്. അത് പിന്നെ സ്നേഹം, ഇതൊരു കേരളത്തിൽ ഒരുപാട് സ്ത്രീപക്ഷ രചനകൾക്ക് ഒരുപാട് പ്രാധാന്യം ഉള്ള ഒരു നാടാണ്. തീർച്ചയായിട്ടും ഇതൊരു സ്ത്രീകൾക്ക് ഒരുപാട് പ്രാധാന്യമുള്ള രചന തന്നെയാണ്. പക്ഷേ എന്നാൽ പോലും ഒരു പുരുഷൻ്റെ കണ്ണിലൂടെയും കാര്യങ്ങൾ കാണാൻ ഞാനിതിൽ ശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് മനുഷ്യരുണ്ട്, വീട്ടിലെ ഫാമിലിയിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും എടുത്ത് സ്വന്തം തോളിൽ വെച്ച് ആരോടും ഒന്നും പറയാതെ ഉരുകി തീർന്ന് ആ ഭാരം കൊണ്ട് അയാൾ വീണു പോകുന്നവരയാളത് താങ്ങും. പക്ഷേ അയാളുടെ ചുറ്റുമുള്ളവരൊന്നും അത് പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കുക പോലും ഇല്ല. അങ്ങനെയുള്ള ചില മനുഷ്യരുണ്ട് ഈ ലോകത്ത്. അങ്ങനെയുള്ള ഒരുപാട് മനുഷ്യരെ ഞാൻ കണ്ടിട്ടുമുണ്ട്. അങ്ങനെ ഇതിനകത്ത് ഒരുപാട് സ്നേഹമുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ ഇപ്പോൾ ഈ വ്യക്തിബന്ധങ്ങൾ കുടുംബത്തിനകത്തുള്ളതിനോടൊപ്പം തന്നെ സമൂഹത്തെയും സ്നേഹിക്കുന്ന മനുഷ്യനെ സ്നേഹിക്കുന്ന മനുഷ്യരെ ഞാൻ ഇതിനകത്ത് ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. അതൊരു വലിയൊരു പോസിറ്റീവ് സാധനമായിട്ട്. അപ്പോൾ ഖുർബാൻ എന്നുള്ള നോവൽ വായിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ആത്മസംഘർഷത്തിനിടയിൽ ഒരു വെളിച്ചം പോലെ സ്നേഹത്തിൻ്റെ സാന്നിധ്യം, അത് വ്യക്തിപരമായുള്ള ബന്ധങ്ങൾക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് അപ്പുറത്തെ എല്ലാ മനുഷ്യനെയും വേണ്ടി സ്നേഹിക്കുന്ന മനുഷ്യരും അതിനുവേണ്ടി ജീവൻ ത്യജിക്കാൻ എനിക്ക് അതിനകത്ത് ഭയങ്കര ഇത് തോന്നിയത്, ജയിലിനകത്ത് നിരാഹാരം കിടക്കുന്നവർക്ക് വേണ്ടി പുറത്ത് നിരാഹാരം കിടന്ന് മരിക്കുന്ന ആളുകൾ, അവരുടെ രചന. അപ്പോൾ ഇതെല്ലാം എഴുതുമ്പോൾ നല്ല സംഘർഷം അനുഭവിച്ച് കാണുമില്ല. ഈ നമ്മൾ കടന്നുപോയൊരു കാലം എന്ന് പറയുന്നത് വലുതായിരിക്കും എഴുത്തിൽ. തീർച്ചയായിട്ടും ഒരുപാട് ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചു അതൊക്കെ എഴുതാൻ. പക്ഷേ എഴുതാതിരിക്കാൻ വയ്യ. എന്ന് വെച്ചാൽ ചരിത്രം തിരുത്തി എഴുതപ്പെടുന്ന കാലമാണിത്. ആരെങ്കിലും ഇതൊക്കെ എഴുതിയേ പറ്റൂ. ഇത് എഴുതി വെച്ചില്ലെങ്കിൽ ഇതൊക്കെ മായ്ച്ചു കളയും. ഇത് ഇന്ത്യയിലാണെങ്കിലും ടർക്കിയിലാണെങ്കിലും ഏത് രാജ്യത്താണെങ്കിലും ഭരണാധികാരികൾക്ക് താല്പര്യമില്ലാത്ത വിഷയങ്ങൾ അവർ ചരിത്രത്തിൽ നിന്ന് മായ്ച്ചു കളയും. അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അവരത് മാറ്റി എഴുതും. ആ മാറ്റി എഴുതപ്പെടുന്നത് പിന്നീട് കാലം കഴിയുമ്പോൾ സത്യമായിട്ട് സ്ഥാപിക്കപ്പെടും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് എഴുതിയത്. ഞാൻ ഒരുപാട് വേദന അനുഭവിച്ചു. പക്ഷേ അത് സാരമില്ല. ഇല്ല, ഇതിനകത്ത് എനിക്ക് വേറെ തോന്നി, നേരത്തെ പറഞ്ഞല്ലോ ടർക്കിയിൽ സ്ത്രീകളുടേതായ ഒരു മൂവ്മെന്റ് ഉണ്ടെന്നല്ല. അപ്പോൾ ഈ നമ്മുടെ ഈ നോവല് ഹരിതയുടെ നോവലുകൾ, സിന്നാണെങ്കിലും ഖുർബാനാണെങ്കിലും നമ്മുടെ മലയാളി വായനക്കാർ അതിനകത്ത് സ്ത്രീകളാണോ പുരുഷന്മാരാണോ കൂടുതൽ ഇത് ഉൾക്കൊണ്ടത്? ഖുർബാൻ കുറച്ചുകൂടി ഉൾക്കൊണ്ടത് പുരുഷന്മാരാണെന്ന് തോന്നുന്നു. നേരത്തെ ഞാൻ പറഞ്ഞ ഒരു കാരണം കൊണ്ടാണ്. അവർ ഈ ഫാമിലിയുടെ ഭാരം എടുത്ത് ചുമലിൽ വയ്ക്കുന്ന ഒരു സ്വഭാവം അവർക്ക് ചിലർക്കൊക്കെ ഉള്ളതുകൊണ്ട് ഖുർബാൻ വായിച്ചിട്ട് ഒരുപാട് പുരുഷന്മാരെനിക്ക് ദേശാഭിമാനിയിൽ സീരിയലൈസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് മെയിൽ ചെയ്യുമായിരുന്നു. സിൻ കുറച്ചുകൂടെ സ്ത്രീകളുടെ ഒരു മാതൃത്വത്തെ ഒരു പ്രഗ്നൻസിയും പിന്നെ തിമൂറിന്റെ മരണം, തിമൂറിന്റെ മരണം, എന്തിന് തിമൂറിനെ കൊന്നു എന്ന് പറഞ്ഞ് എനിക്കിപ്പോൾ അടിപൊട്ടുമെന്ന് തോന്നിയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു മനോഹരമായ ഒരു സൗഹൃദത്തിന്റെ ഒരു സാന്നിധ്യമാണ്. അത് മാത്രമല്ല, അവർക്ക് അത്രയും സ്നേഹമുള്ള വാത്സല്യം തോന്നുന്ന ഒരു മകനെ ഒരു സുപ്രഭാതത്തിൽ പോയി കൊന്നു കളഞ്ഞ ഒരു കൊലപാതകിയായിട്ടാണ് അമ്മമാരെന്നെ കണ്ടത്. അതുകൊണ്ട് സിൻ കൂടുതൽ എൻജോയ് ചെയ്തത് അല്ലെങ്കിൽ കൂടുതൽ അവർ അഫക്റ്റ് ചെയ്തത് സ്ത്രീകളെയാണ് എന്ന് പറയാം. ഇപ്പോൾ ഈ യൂറോപ്പിൽ ജീവിക്കുന്നു, അപ്പോൾ അവിടുത്തേതായ ഒരു സ്ത്രീകളുടേതായ ജീവിതം കാണുന്നു. ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ നമ്മുടെ സ്ത്രീകൾക്ക് എന്താണ് ഇപ്പോഴും നമ്മുടെ അവസ്ഥ ആണ് ഹരിത തോന്നുന്നത്? നമ്മുടെ സ്ത്രീകൾ ഇപ്പോഴും സാമൂഹികമായ ഒരു അംഗീകാരത്തിന് വേണ്ടി സ്വന്തം അസ്തിത്വം തന്നെ വേണ്ടെന്ന് വയ്ക്കുന്ന മനുഷ്യരാണ്. അവർക്ക് എല്ലാം അക്സെപ്റ്റ് എന്നുവെച്ചാൽ ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ അനുസരിച്ച് പോയാൽ അവൾ നല്ല കുട്ടിയാണ്, എന്തടക്കമുള്ള പെൺകുട്ടി, കുലസ്ത്രീയാണ് എന്നുള്ള ആ ഒരു അംഗീകാരം കിട്ടുമല്ലോ എല്ലാവരുടെയും ഓമനയായിട്ട്. പക്ഷേ കാര്യങ്ങളെ നിവർന്ന് നിന്ന് ചോദ്യം ചെയ്യുന്ന, കണ്ണിലേക്ക് നോക്കി സംസാരിക്കുന്ന, തോളിൽ കൈവയ്ക്കുമ്പോൾ കൈയെടുക്ക് എന്ന് പറയുന്ന സ്ത്രീ റബലാണ്. അങ്ങനെയുള്ളവർ ഈ പുരുഷാധിപത്യ സമൂഹത്തിന് വേണ്ട. അങ്ങനെയുള്ള പെൺകുട്ടികളെ വളരാൻ സമ്മതിക്കരുത്, അങ്ങനെയുള്ള പ്രവണതകൾ വളരാൻ സമ്മതിക്കരുത്. അതിന് വേണ്ടിയിട്ട് അവരെ ഫെമിനിറ്റിയാക്കും, റബലുകളാക്കും. അങ്ങനെ അവരെ ഈ സമൂഹത്തിൽ ഔട്ട്കാസ്റ്റുകളാണ് അങ്ങനെയുള്ള സ്ത്രീകൾ.
പക്ഷേ എല്ലാ ദിവസവും ഈ ഭജനയ്ക്ക് പോയി അമ്പലത്തിൽ പോയി അച്ഛനും അമ്മയും പറയുന്ന പട്ടുപാവാടയും ബ്ലൗസും ഒക്കെ ഇട്ട് അച്ഛനമ്മ പറയുന്ന പോലൊക്കെ കേട്ട് സ്വന്തം ഇഷ്ടങ്ങളെല്ലാം ചിലപ്പോൾ ഇവർക്ക് മുടിയൊക്കെ മുറിച്ച് കളർ ചെയ്ത് അങ്ങനെയൊക്കെ നടക്കാനായിരിക്കും ഇഷ്ടം. അതൊക്കെ മാറ്റിവെച്ച് ഈ സമൂഹത്തിൻ്റെ ഒരു പാറ്റേൺ മോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ചില കൺസെപ്റ്റുകളുണ്ട്. അതിനനുസരിച്ച് ജീവിച്ചാൽ കൂടുതൽ സ്നേഹം കിട്ടും. കൂടുതൽ എനിക്ക് തോന്നുന്നത് ഉള്ളിൽ വളർത്തിയെടുത്ത ഒരു ഇൻസെക്യൂരിറ്റി കൊണ്ടാണെന്ന് തോന്നുന്നു അവരതിന് വേണ്ടിയിട്ട് കൂടുതലായിട്ടും. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് മോഹിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കുട്ടികൾ പല രാജ്യങ്ങളിലേക്കും പറന്നു പോകുന്നതെന്ന് പറയുന്നുണ്ട്. അതെ അതെ, നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് പുറത്തേക്ക് കുട്ടികളുടെ ഒരു യുവത്വത്തിൻ്റെ ഒരു ഒഴുക്ക് തന്നെ ഉണ്ടാകുന്നുണ്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട്. അവിടെ പുറം രാജ്യങ്ങളിലുള്ള ഒരു പ്രത്യേകത ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ പുറത്തേക്ക് താമസം മാറ്റിയപ്പോൾ എനിക്ക് തന്നെ അനുഭവപ്പെട്ടത് ഒരു ആശ്വാസത്തിൻ്റേതായ ഒരു ദീർഘശ്വാസമാണ്. എന്നെ ആരും ഞാൻ എങ്ങോട്ട് നോക്കുന്നു, എന്ത് ചെയ്യുന്നു, എന്ത് സംസാരിക്കുന്നു, ആരോട് സംസാരിക്കുന്നു, എപ്പോൾ വീട്ടിൽ വരുന്നു, എന്ത് വസ്ത്രം ധരിക്കുന്നു, എൻ്റെ വസ്ത്രത്തിൻ്റെ ഇറക്കം എന്താണ്, അല്ലെങ്കിൽ ഞാനിടുന്ന ലിപ്സ്റ്റിക്കിന് കളർ കൂടുന്നോ, ജീൻസാണോ ധരിക്കുന്നത്, ഇതൊന്നുമില്ല. ആരും എൻ്റെ കാര്യങ്ങളിൽ ഒന്നും ഇടപെടില്ല. എൻ്റെ ഭർത്താവ് പോലും ഇടപെടുന്നില്ല, ആരുമില്ല. എനിക്ക് ഇഷ്ടതുപോലെ അത് പരസ്പരം മറ്റൊരു വ്യക്തിക്ക് കൊടുക്കുന്ന ബഹുമാനമാണ്, അയാളുടെ വ്യക്തിത്വത്തിന് കൊടുക്കുന്ന, അയാളുടെ ആഗ്രഹങ്ങൾക്ക് കൊടുക്കുന്ന, ജീവിക്കുകയും ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്ന സംസ്കാരങ്ങളാണ് അവയെല്ലാം. നമ്മുടെ സംസ്കാരങ്ങളെന്ന് പറയുമ്പോൾ നമ്മുടെ സംസ്കാരമാണ് ഈ ലോകത്തിലേക്ക് ഏറ്റവും മഹത്തായ സംസ്കാരമെന്ന് നെഞ്ചു വിരിച്ച് നിന്ന് അഭിമാനം കൊള്ളുന്ന ഈ മനുഷ്യരൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ തിരിച്ചറിയുന്നതേയില്ല. അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ സംസ്കാരമെന്ന് നിങ്ങൾ വിളിക്കുന്നത് എന്തിനാണ്? ഇങ്ങനെയുള്ള നിങ്ങൾ നിർബന്ധപൂർവ്വം മനുഷ്യരുടെ പുറത്ത് അടിച്ചേൽപ്പിച്ച് വെച്ചിരിക്കുന്ന ചില പാറ്റേണുകളാണത്. അതൊക്കെ പൊട്ടിച്ച് കളയേണ്ട സമയം എന്നേ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം ഈ ഒരു ചോദ്യം കൂടെ ചോദിക്കാം, എന്നിട്ട് അവസാനിപ്പിക്കാൻ തോന്നുന്നു. ഈ ശരിക്കും എഴുത്തുകാരി എന്നുള്ള സ്വാതന്ത്ര്യം, ഇപ്പോൾ എഴുത്തെന്ന് പറയുന്നൊരു വലിയ സ്വാതന്ത്ര്യമാണ്. ഇപ്പം വെർജീനിയ വുൾഫ് പറഞ്ഞു, അതിന് മുമ്പ് പിന്നെ എന്താണ് മാധവിക്കുട്ടി. നമുക്കറിയാം നമ്മുടെ പല തലമുറ, ഞങ്ങളുടെയൊക്കെ തലമുറയിൽ തന്നെ വീട്ടുജോലി അല്ലെങ്കിൽ കുടുംബം എന്നുള്ള ഒരു ഇതിനകത്തുനിന്ന് മാറി നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് എഴുത്തിൽ ബ്രേക്ക് എടുക്കേണ്ടി വരുന്നുണ്ട്. അല്ലെങ്കിൽ എഴുതാൻ എല്ലാ വിഷയങ്ങളും എഴുതാൻ പറ്റുന്നുണ്ടോ, തുറന്ന് എഴുതാൻ പറ്റുന്നുണ്ടോ. ഒരുപാട് സ്ത്രീയെ സംബന്ധിക്കുമ്പോൾ എഴുത്തുമായി ബന്ധപ്പെട്ട സ്വാതന്ത്ര്യത്തിൻ്റെ ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വരുന്നുണ്ട് നമുക്ക്. അത് ഹരിത എങ്ങനെയാണ് അതിനെ കാണുന്നത് നിങ്ങളുടെ കാലത്ത് നിന്ന് ഇപ്പം എഴുതി തുടങ്ങിയ ഒരാളെന്നുള്ള നിലയ്ക്ക്? കേരളത്തിലെ സ്ത്രീകൾ കുറച്ചൊക്കെ ആ കേരളത്തിലെ പാറ്റേൺ പിന്തുടരുന്നുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിലെ സാഹിത്യം, മലയാള സാഹിത്യം വളരെ നാളുകളായിട്ട് മുന്നോട്ട് വെച്ചിരുന്ന ആ ഒരു രീതി, അല്ലെങ്കിൽ അതിനെന്താ പറയേണ്ടത്, മലയാള സാഹിത്യം അല്ല, അത് നമുക്ക് ഇന്നതാകണം. അപ്പം മാധവിക്കുട്ടിക്ക് പോലും അവരുടെ ആത്മകഥ അല്ല എന്നുമാണെന്നും ഒക്കെ പറയേണ്ട ഒരു സാഹചര്യം വന്നു കേരളത്തിൻ്റെതായ വായനക്കാരുടെ മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ. അപ്പം ഇത്തരം ഒരു സ്വാതന്ത്ര്യം ഇപ്പം ഇതിനകത്ത് ഈ ഹരിതയുടെ പുസ്തകങ്ങൾക്കകത്ത് നമ്മളെ വല്ലാതെ രീതിയിൽ ഇത് ചെയ്യുന്ന സെക്സ് എഴുതുന്ന രീതി, എന്താണ് ഈ ബ്രൂട്ടാലിറ്റിയുടെ ഭാഗമായിട്ട് അത്തരം സാധനങ്ങളൊക്കെ എഴുതാൻ എന്തെങ്കിലും വിലക്ക് സ്വയമോ അല്ലെങ്കിൽ സമൂഹമോ കൽപ്പിക്കും തോന്നുന്നുണ്ടോ? ഞാനൊരു തമാശ പറയാം, തമാശയല്ല, ഞാനൊരു നോവൽ എഴുതാൻ പോവുകയാണ് എന്ന് സീൻ എഴുതാൻ നേരത്തെ ഞാൻ എൻ്റെ മൂത്ത മകനോട് പറഞ്ഞപ്പോൾ അവൻ എന്താ എന്നോട് പറഞ്ഞതെന്നറിയോ? അമ്മ, നിങ്ങളുടെ നോവൽ വായിക്കപ്പെടണമെങ്കിൽ നിങ്ങൾ എല്ലാ ചാപ്റ്ററുകളിലും സെക്സ് ഒരുപാട് എഴുതണം എന്ന്. അതാണ് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ. അതുകൊണ്ട് എൻ്റെ ഫാമിലിയിൽ ഇത്തരം കാര്യങ്ങൾ വളരെ പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അവൻ പറഞ്ഞതായിട്ട് ഞാൻ ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഞാനങ്ങനെ വിറ്റഴിക്കാൻ വേണ്ടിയിട്ടല്ല, ഇതാണ് എൻ്റെ ഉദ്ദേശം എന്നൊക്കെ അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷേ അവൻ അപ്പോഴും വീണ്ടും പറഞ്ഞത് അത് തന്നെയാണ്. എന്നാൽ പോലും ഈ പുസ്തകം വായിക്കപ്പെടണമെങ്കിൽ ഇത് നിങ്ങൾ കലർത്തിയേ പറ്റൂ. പക്ഷേ ഈ ഒരു പാറ്റേൺ മലയാളത്തിലെ പല പുസ്തകങ്ങളും ഇപ്പോൾ പിന്തുടരുന്നുണ്ട്. രാഷ്ട്രീയം പറയുന്ന പുസ്തകങ്ങളിൽ പോലും പുട്ടിന് പീര ചേർക്കുന്നത് പോലെ പിന്നെ അനാവശ്യമായിട്ട് സെക്സ് പെർവേർഷൻസ് കുത്തിത്തിരിയുന്ന ഒരു പ്രവണത ഞാൻ കാണുന്നുണ്ട്. പിന്നെ വല്ലാത്ത ഇപ്പോഴത്തെ ഒരു ട്രെൻഡെന്ന് പറയുന്നത് വളരെ വന്യമായിട്ടുള്ള പ്രാകൃതമായ മനുഷ്യൻ്റെ ബേസിക് സ്വഭാവങ്ങൾ അതൊന്നും എഴുതരുതെന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോഴത്തെ ട്രെൻഡ് അതാണ്. അതിനനുസരിച്ചുള്ള കുറേ പുസ്തകങ്ങളുണ്ടായി വരുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഇതൊക്കെയാണ് ഞാൻ ഒബ്സർവ് ചെയ്യുന്നത് പുറത്തുനിന്ന്. ഇപ്പം ഈ രണ്ട് പുസ്തകങ്ങളും വന്ന നോവലുകൾ രണ്ടും തന്നെ വളരെ എന്താണ് പറയുന്നത്, മനുഷ്യനെ ഇങ്ങനെ വളരെ പിടിച്ച്
ഉലുക്കി ഇന്നർ ഇതിനകത്തൊരു ചേഞ്ച് ഉണ്ടാക്കാൻ. ഇനി അങ്ങനെയുള്ള പുസ്തകങ്ങൾ തന്നെയായിരിക്കും എഴുതുന്നത്? എനിക്കൊരു ബ്രേക്ക് വേണം എന്ന് തോന്നിയിട്ട് ഞാൻ ഒരു ഒരു ഫാൻറ്റസി പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഇത്രയും എന്താണ് മനുഷ്യനെ കുറിച്ചുള്ള ചിന്തകളൊക്കെ സമാധാനത്തോടു കൂടി അവതരിപ്പിക്കുമോ? മനുഷ്യരെ കുറിച്ചുള്ള ചിന്തകൾ ചിലപ്പോൾ കടന്നു വരുമായിരിക്കും. അത് നമ്മുടെ ഒരു എഴുത്തിൻ്റെ അല്ലെ പേഴ്സണാലിറ്റിയുടെ ഭാഗമായതുകൊണ്ട് ചിലപ്പോൾ കടന്നു വന്നേക്കാം. പക്ഷേ ഇപ്പോൾ പൂർണ്ണമായിട്ടും ഞാൻ ഈ 2 പുസ്തകങ്ങൾ എഴുതിയതിൽ നിന്ന് എനിക്കുണ്ടായ ട്രോമ, എനിക്കുണ്ടായ വേദന, ആ പുസ്തകങ്ങൾ രണ്ടും എൻ്റെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആരോഗ്യം വളരെ ഞാൻ അഫക്റ്റഡ് ആണ്. അതിൽ നിന്ന് ഞാൻ മോചിതയാകാൻ വേണ്ടിയിട്ടാണ്. ഭയങ്കര രസമുള്ള ഒരു സങ്കല്പ ലോകത്തെക്കുറിച്ചുള്ള ഒരു പുസ്തകം. അതെങ്ങനെ പുറത്തു വരുമെന്നൊന്നും എനിക്കറിയില്ല. ഞാനിപ്പോൾ ആ എഴുത്ത് ആസ്വദിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അതെനിക്കൊരു ഹീലിംഗ് പ്രോസസ്സാണ്. പക്ഷേ വീണ്ടും അതിൽ നിന്ന് തിരിച്ച് ഞാൻ വീണ്ടും മറ്റൊരു ഡോക്യു ഫിക്ഷനിലേക്ക് പോകും. അതിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ. പക്ഷേ ഇപ്പോൾ ഞാനിത് വളരെ സന്തോഷമായിട്ട് ആനന്ദിച്ച് വളരെ എൻജോയ് ചെയ്ത് ഇത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ അത്രയും ഒരു സന്തോഷത്തോടുകൂടി അവസാനിപ്പിക്കാൻ കഴിഞ്ഞാൽ വളരെ അതെനിക്കൊരു സന്തോഷമായി. കാരണം വെച്ചാൽ ചിരിച്ച് ഹരിതയെ കാണാൻ പറ്റില്ല. ഇതിനകത്ത് സംഘർഷങ്ങളുടെ കലാപങ്ങളിൽ കൂടിയൊക്കെ ഉള്ള ഭൂമികളിൽ കൂടിയുള്ള നടന്നുപോയ ഹരിതയിൽ നിന്ന് സീത അല്ലേ ക്യാരക്ടറിൻ്റെ അതിനകത്തുനിന്ന് വളരെ സന്തോഷകരമായ ഒരു പുസ്തകവുമായി ഉടൻ തന്നെ വരുന്നുള്ളതിൽ അതിനൊരു എൻ്റെ സന്തോഷം പങ്കുവയ്ക്കുന്നു. എന്തായാലും ഇനിയും മലയാള സാഹിത്യത്തിൽ ഒരുപാട് പുതിയ തരത്തിലുള്ള പുസ്തകങ്ങളുമായിട്ട് ഹരിത നിലനിൽക്കട്ടെ, എപ്പോഴും ഹരിതാപമായി നിൽക്കട്ടെ. സന്തോഷം. താങ്ക് യു.